പുസ്തകത്തിൽ നിന്ന് കണ്ണെടുക്കുന്നുണ്ടോ? പഠിത്തം, ഗെയിംസ്, ഫ്രണ്ട്സ്, ഇത് മാത്രമുള്ള ചിന്ത. എന്റെ അമ്മ എത്ര കാലായി നാട്ടിലേക്ക് ഒന്ന് ചെല്ലാൻ പറയുന്നു. അച്ഛന് നേരില്ല, മോന് നേരില്ല. കേൾക്കുന്നുണ്ടോ നീ? ചെവി കേക്ക അമ്മ. അമ്മ, ഞാൻ 10ല പഠിക്കുന്നത്. എനിക്ക് എക്സാം വരുന്നത്. നന്നായി പഠിക്കണ്ടേ? പിന്നെ നാട്ടിൻപുറത്തേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. അമ്മമ്മക്ക് വേണേ ഇങ്ങനെ വന്നാ പോരെ? അങ്ങ് കേരളത്തിൽ കിടക്കുന്ന നിന്റെ അമ്മമ്മക്ക് ഇവിടെ ബോംബെ വരെ വരണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാടാ. നിന്റെ എന്റെ പ്രായം പോലെയാണോ അവരുടെ അവസ്ഥ? അയ്യോ, സമയം ഒരുപാടായി. എനിക്ക് പോണമ്മ. ബൈ. നീ ഇപ്പൊക്കോ, തിരിച്ച് വീട്ടിൽ വരുന്നേ. തരുന്നുണ്ട് നിനക്ക് ഞാൻ. അച്ഛന്റെ ഒരു ബിസിനസ് തിരക്കും മോന്റെ ഒരു പഠിത്തം തിരക്കും രണ്ടും കൂടി എന്റെ അമ്മയെ കാണാൻ അനുവദിക്കുന്നില്ലല്ലേ? ഇപ്രാവശ്യത്തെ വെക്കേഷൻ ഇവിടുന്ന് പോയില്ലെങ്കിൽ രണ്ടിനും കിട്ടും എന്റെ. എന്തു പറ്റിയടാ നിന്റെ മുഖത്തൊരു വൈക്ലപ്യം? ഒന്നു നീ എന്റെ ഈ വേഷത്തില് നിന്റെ യൂണിഫോമാ? ഇന്നെന്റെ ബർത്ത്ഡേടാ. നിന്റെ ബർത്ത്ഡേയോ? നിനക്കെന്റെ മാസം ബർത്ത്ഡേയോ? കഴിഞ്ഞ മാസം നിന്റെ ബർത്ത്ഡേ കഴിഞ്ഞേ? പറയടാ, ആ ടൂറിസ്റ്റാരെങ്ങാനും കേട്ടോ എനിക്ക് പണി തീരും അങ്ങേര്. ഇടന്നെ ബർത്ത്ഡേ ഒന്നുമല്ല, പക്ഷെ ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ? എനിക്ക് അടിയിലീവല്ലടാ. ആ റോസിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ആരെങ്കിലും അറിഞ്ഞാ പണിഷ്മെന്റ് കിട്ടും. റോസിനെ ഇംപ്രസ് ചെയ്ത് സാറിനെ നഴുമടിക്കുന്നല്ലാതെ വേറെ ഗുണമൊന്നുമില്ല. ഇതിലും ഭേദം 4 അക്ഷരം ഇന്ന് പഠിക്കടാ. 10 വരയ്ക്ക് പാസ്സാവും. ഇടാ, നിന്റെ എത്ര പഠിപ്പിച്ചില്ലെങ്കിൽ ഞാനും പഠിക്കും. സ്റ്റഡി വെക്കേഷൻ ഞാൻ പഠിച്ചോളാം. പിന്നെ ഒരു പെൺകുട്ടി വളച്ചെടുക്കാന്നുള്ള ഒരു കഴിവാ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നീ പുസ്തകം പുഴയല്ലേ. ഭാവിയിൽ നീ വല്ല പുസ്തകത്തിനെയും കല്യാണം കഴിച്ച് അതിന്റെ ഒപ്പം ജീവിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഒന്ന് പോടാ മാറ്റിക്കുരിയ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നാളെ തൊട്ട് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റഡി ലീവ് ആണ്, അല്ലാതെ വെക്കേഷൻ അല്ല. ആടിപ്പാടി നടക്കാതെ പുസ്തകം എടുത്ത് പരീക്ഷണം പഠിച്ചോണം. നിങ്ങളുടെ ജീവിതത്തിലെ നിർണായക ഘട്ടമാണ് 10ാം ക്ലാസ് എന്ന് പറയുന്നത്. ആ എക്സാം കളഞ്ഞു കുളിക്കില്ലേ മക്കളെ. നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ബെസ്റ്റ് ഓഫ് എല്ലാവർക്കും. ഇനി കുറച്ച് റിവിഷൻ ആവാൻ നമുക്ക് അല്ലേ? ഇത്രയും ഡയലോഗ് ഇങ്ങനെ പറയാനായിട്ടപ്പോ ഞാൻ വിചാരിച്ചു ക്ലാസ് എടുക്കല്ലെന്ന്. വീണ്ടും ഇയാളുടെ കത്തി കേൾക്കണം. മാത്യു, സാറങ്ങാനും കേട്ട പണിയോ മുന്നാതിരി. നിന്നിപ്പോ തന്നെ ദൈവമേ, നീ എന്നെ എടുത്തോണ്ട് പോ. ജയലക്ഷ്മി ഒന്ന് നിർത്തു. നീ എനിക്ക് മടുത്തു. എന്റെ ചെവിന്ന് ചോര വരും. ഇനി എടീ, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ നാട്ടിലേക്ക്. എനിക്ക് കുറച്ച് സമാധാനം താ. നീ ഞാൻ സമാധാനം തരുന്നുണ്ടല്ലോ. എന്തായാലും പോവാന്ന് പറഞ്ഞതല്ലേ. ടിക്കറ്റ് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്ത് വെച്ചേക്ക്. മോന്റെ എക്സാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്ക് ബുക്ക് ചെയ്താൽ മതി. എന്തിനാ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യുന്നത്? 2 ആഴ്ച കൂടി ഇല്ല അവിടെ എക്സാം കഴിയാൻ. അതിനുള്ളിൽ പോരെ. അയ്യടാ, ഇപ്പൊ ബുക്ക് ചെയ്തില്ലെങ്കിലേ നിങ്ങൾ അപ്പയ്ക്ക് വെച്ച കാല് മാറില്ലെന്ന് എന്താ ഉറപ്പ്? മര്യാദക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോണോ ടിക്കറ്റിന്. ഇല്ലെങ്കിൽ പച്ച ഉള്ളവിടുന്ന് കിട്ടത്തില്ല. എക്സാം കഴിഞ്ഞിട്ട് രാത്രിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ചെറുതായിട്ട് ഫുഡ് കഴിക്കട്ടെ. സമയം എത്രേ? ചാരു, നീ വാ. ഇവളെന്ത് വല്ല അന്യന്റെ കുടുംബത്തിൽ വന്ന് ജനിച്ചതാണോ? ഇത്ര പെട്ടെന്ന് ഇതിന്റെ സ്വഭാവം മാറുന്നേ? അച്ഛാ, ഐ എം നോട്ട് കമ്മിങ്. നിന്റെ അരിയുടെ ചേർക്ക അവളെങ്ങാനും കേൾക്കണ്ട. മര്യാദയ്ക്ക് വന്നോണോ. എനിക്ക് നീ കാരണം എനിക്ക് കൂടി പണി കിട്ടും. 2 ദിവസം അല്ലെങ്കിൽ 1 വീക്ക് അത് മതി. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. അമ്മയെ ഞാൻ സമ്മതിപ്പിച്ചോളാം. ഓക്കെ? പോവാൻ തീർത്തി കൂട്ടുന്ന കണ്ട ആട് വല്ല നീതി ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. കെവിൻ എഴുന്നേക്കുന്നുണ്ടോ? 10ാം ക്ലാസ് എന്നൊരു വിചാരമില്ല. എന്ത് കിടന്ന് ഓർക്കാൻ നോക്ക്. എക്സാം ആവാറായി. ഇവന്റെ അപ്പൻ എങ്ങാനും വന്ന അവന്റെ കാര്യത്തിൽ തീരുമാനവും. ടൈറ്റസ്, അവനെ പോയി ഒന്ന് വിളിച്ചേ. എനിക്ക് വയ്യ അമ്മച്ചി, അവൻ എന്നെ കയറി ചവിട്ടും. നീ അവന്റെ ചേട്ടനായിട്ട് നീ ഇത്ര പേടിക്കണോടാ. പോയി വിളിച്ചിട്ട് വാടാ അവനെ. അയ്യോ അമ്മച്ചി, അവന്റെ ചന്തി പഴുക്കാൻ പോകുന്നു. അപ്പച്ചൻ ചൂടോളം തിളപ്പിച്ചേക്ക്, ആവശ്യം വരും. അയ്യോ അപ്പച്ച, അയ്യോ അടിക്കല്ലേ അപ്പച്ച, അപ്പച്ച അടിക്കല്ലേ. അപ്പച്ച, അപ്പച്ച അടിക്കല്ലേ, അപ്പച്ച അടിക്കല്ലേ. അപ്പച്ച സൊല്ല്, അപ്പച്ച സൊല്ല്, അടിക്കല്ലേ അപ്പച്ച. പരീക്ഷ വരുന്ന 4 ലക്ഷം ഇരുന്ന് പഠിക്കല. ഉച്ചില് സൂര്യോദിക്കുന്നവരെ കിടന്ന് ഉറങ്ങാൻ നിൽക്കുക. 10-ലെങ്ങാനും തോറ്റാ പാടത്ത് നോക്കുത്തിയായി നിർത്തും ഞാൻ. എഴുന്നേറ്റ് പോടാ. ഞാൻ പോവാണല്ലോ. എന്റെ ചന്ത മുഴുവൻ തഴമ്പായി അടി കിട്ടിയിട്ട് ഞാൻ തോർത്ത ഇവിടെ. വെള്ളം വെച്ചപ്പോ എന്ത് സുഖം. ഉറങ്ങാതെ കോൺസെൻട്രേഷൻ ചെയ്ത് പഠിക്കുന്നല്ലേ എനിക്ക് ഫുൾ മാർക്ക് മേടിക്കണം. ചിക്കൻ വേണോ പഠിക്കണോ? ചിക്കൻ എടുക്കാം. Study is terrible.
Oh my god. ചിരാ, ചരുട്ടാ, എടാ നേരെ താഴെ നോക്കി നടക്കട മര്യാദക്ക്, പുസ്തകത്തിൽ നോക്കി നടക്കാതെ. എടാ ഇരുന്ന് എവിടെയെങ്കിലും ഇത് പഠിക്കേ. ഈ ചെറുക്കനെ ഞാനാണോ പെറ്റിട്ടാതെ പുസ്തകമാണോ? ഇപ്പൊ നോക്കിയാൽ അതിന്റെ ഉള്ളിൽ തന്നെയാണല്ലോ. എക്സാം ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ എന്തൊന്ന് തേങ്ങിയതൊന്നും മനസ്സിലാവണില്ലല്ലോ. ചിരാഗ്, ചാരു, എന്റെ അത്ര പഠിപ്പില്ലെങ്കിലും പഠിക്കുന്ന ആളല്ലേ. ഉള്ളതെടുത്ത് ചെയ്ത് ഇല്ലെങ്കിൽ റോസിന്റെ ഇത് നോക്കി പാട്ടി തിണ്ടി എന്തോ എഴുതാനാ. എന്തെങ്കിലൊക്കെ എഴുതി വെക്കാ. ചിരാഗ്, ഒരു മറ്റേടത്തെ പരിപാടി കളിക്കെടുത്തിട്ടാ. നിന്റെ ആകെക്കൂടിയിൽ ഒരു ഒറ്റ സുഹൃത്തില്ലടാ ഞാൻ. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചപ്പോ വലിയ ഗമ കാണിക്കാൻ നോക്കുന്നു നീ. അയ്യടാ, പഠിക്കാൻ വിട്ട പഠിക്കണം, അല്ലാതെ കണിയുടെ പെമ്പിളരെ വളയ്ക്കാൻ അങ്ങനെ ഇരിക്കും. പിന്നെ ഭാവിയിൽ നിനക്ക് നല്ലൊരു തൊഴിൽ ചെയ്യാം. വളയ്ക്കാൻ പഠിച്ചല്ലേ, വല്ല കമ്പി വളച്ചോ അല്ലെങ്കിൽ വല്ല വെൽഡിങ് പണി ചെയ്തോ നിനക്ക് ജീവിക്കെന്തായാലും. അവിടെ തിണ്ടി കളിയാക്കാതെ. എടാ, നാളെ നമുക്കിത് കറങ്ങാൻ പോയാലോ? മമ്മി SSLC എക്സാം ആണെന്നും പറഞ്ഞ് വീട്ടിനകത്ത് പൂട്ടിയിട്ടിട്ട് എന്നെ പഠിപ്പിച്ചിരുന്നത്. ഇപ്പൊ എക്സാം കഴിഞ്ഞല്ലോ. എക്സാം കഴിഞ്ഞിട്ട് നാളെ തന്നെ നാട്ടിലേക്ക് പോവാടാ. അമ്മ ബുക്ക് ചെയ്തോ ടിക്കറ്റ്. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ എപ്പോ? എത്ര നാൾക്ക് ശേഷം എന്റെ നാട്ടില് ആ പച്ചപ്പൊക്കെ നോക്ക്. ഇതാണ് ഗ്രാമീണ സൗന്ദര്യം, അതിന്റെ ഒരു മണം. ഇവിടെ തമ്മണിപ്പശുവിന് തോറ്റളക്കാണെന്ന് തോന്നുന്നു. ചാണകത്തിന്റെ വല്ലാത്ത നെറ്റം. നീയായിട്ട് വാടച്ചോ, അല്ലെങ്കിൽ ഞാനായിട്ട് അടപ്പിക്കും. ഓ, എന്റെ കുട്ടിക്ക് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. എന്റെ ജയമോളെ, നീ ഒരുപാട് ക്ഷീണിച്ചല്ലോടി. ഇവ നിനക്കൊന്നും തിന്നാനൊന്നും തരുന്നില്ലേ? അമ്മേ, മോളോടുള്ള സ്നേഹം ഞാൻ ഇവിടെ കൊണ്ടുവരാത്തതിന്റെ ദേഷ്യം കൂടി ഇവിടെ പ്രകടിപ്പിക്കരുത്. അവളെ എനിക്ക് വല്ലതും തിന്നാൻ തരുന്നുണ്ടോ എന്നുള്ള ചോദ്യമായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. എല്ലാം പിണങ്ങിക്കഴിഞ്ഞാൽ എന്നെ പട്ടിണിക്ക് ഇടുന്നത് അവളാ. എങ്ങനെയൊക്കെയല്ലേ നിങ്ങളോട് എന്റെ ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റൂ? എത്ര കാലായി ഈ കാത്തിരിപ്പ് ഞാൻ തുടങ്ങിയിട്ടെന്ന് അറിയോ? എന്റെ മോളെയും കൊച്ചുമോനെയും നിന്നെയൊക്കെ കാണാൻ. എന്തായാലും ഇപ്പൊ വന്നില്ലേ നിങ്ങള്? എന്താ ഒന്ന് റെസ്റ്റ് എടുക്ക, ബാക്കി പിന്നെ അവൻ സംസാരൊക്കെ. കേറി വാ മക്കളെ. അമ്മമ്മയ്ക്ക് ഞങ്ങളെ കാണി ഞങ്ങൾ നാട്ടിലേക്ക് വന്നാൽ മതിയായിരുന്നല്ലേ. ഈ പാട്ടിക്കാട്ടിക്ക് എന്നെ കൊണ്ടിരുന്ന വല്ല ആവശ്യമുണ്ടാ? ഞങ്ങളുടെ ഇപ്പൊ സ്ഥിരം നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും കാണാലോ. എന്താ കുട്ടി ഈ പറയണത്? അമ്മമ്മയ്ക്ക് അവിടെ വരെയൊന്നും വരാൻ വയ്യ. ആ വീട്ടിനകത്ത് ചടഞ്ഞു കൂട്ടിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇവിടെ കിട്ടുന്ന സുഖമൊന്നും അവിടെ കിട്ടില്ല എനിക്ക്. ഇവിടെ നിന്റെ മുത്തച്ഛൻ കിടന്നുറങ്ങണ മണ്ണാ. ഇവിടെ ഇരിക്കുമ്പോ അദ്ദേഹം എന്റെ കൂടെയുള്ള പോലെ എനിക്ക് തോന്നുന്നത്. മരിക്കുന്നിടത്തോളം അമ്മൂമ്മ ഇവിടുന്ന് എവിടേക്കും പോവില്ല. അമ്മ മതി, അച്ഛന്റെ കാര്യം പറഞ്ഞ അമ്മ ഇനി വിഷമിക്കാൻ തുടങ്ങും. എടാ, നീ അമ്മമ്മയെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവിടെ ഇങ്ങോട്ട് വന്നതിന്റെ ചോർക്ക് അവനെ കാണിക്കുന്നത്. അമ്മ അവന് മറുപടി ഒന്നും കൊടുക്കണ്ട. പോയി ഫ്രഷ് ആവാൻ നോക്ക്, എന്നിട്ട് വരും തിന്നാൻ വാ. എഴുതിട്ട് പോടാ. വാവ്, നല്ല പ്ലേസ്. ഇവിടെ ഇരുന്നൊരു പുസ്തകം വായിച്ച ഇത്ര നന്നായിരുന്നു. എന്തൊരു ശബ്ദം കേൾക്കുന്നേ. ഏയ്, ആരാ അവിടെ? ഏയ്, ഹലോ. നീയാണല്ലോ ലവൻ. നീ ആളെ കൊള്ളാലോടെ ചോക്ക. ലെവനോ? യവൻ? വാട്ട് ആർ യു ടോക്കിംഗ്? ഐ ഡോണ്ട് നോ. ഇവിടെ രഹസ്യമായൊരു പരസ്യം നടക്കുന്നുണ്ട്. പുളക്കടവിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു കാമപ്പാതിനെ കുറിച്ച്. അത് നീയാണല്ലേ? മൊട്ടേന്ന് വിരിഞ്ഞില്ലല്ലോ ചെറുക്ക. വാട്ട് ആർ യു ടോക്കിംഗ് നോൺസെൻസ്? ഞാൻ അത്രക്കറില്ലേ? നീയും മൊട്ടയിലൊന്നും വിരിഞ്ഞിട്ടില്ലല്ലോ. ഇമ്മാതിരി അനാവശ്യം പറയുന്നത്. എന്നാ നീ എന്റെ മുട്ടയ്ക്ക് വന്ന് അടയിരിക്കണം. എന്നിട്ട് ആ മുട്ട നീ വിരിയിച്ചു കൊടുക്ക. യോ, ഞാൻ ഈ വഴിക്ക് ശബ്ദം കേട്ടപ്പോ വന്ന് നോക്കിയതേ ഉള്ളൂ. ശബ്ദം കേട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാ എന്താന്ന് അങ്ങ് പൊക്കോണം. അവിടെ നിന്നും 1.5 മണിക്കൂർ വെള്ളാർക്കുന്നതല്ല. ഞാൻ കണ്ടു നീ വന്ന് നിന്നപ്പോഴേ എത്ര നേരം എന്നെ നോക്കി നിന്നുള്ളത്. നീ ഏതാണ് ചെറുക്കന്നാ? അത് നീ വല്ല ബംഗാളിയാണോ? നിനക്ക് എന്നെ കണ്ടിട്ട് ബംഗാളിയായിട്ടാണോ തോന്നുന്നത്? ഇടിയായിട്ട്.
നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ ഈ നാട്ടിലുള്ളതല്ലെന്ന്. നീ ബംഗാളിയോ നേപ്പാളിയോ ചൈനീസോ ഇല്ല കൊറിയനോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നീ ഇവിടെ നിന്ന് എന്നെ നോക്കി വെള്ളം ഇറക്കിയത് ഞാൻ കണ്ടതാ. എന്റെ ഈ ഹാൻസം ഫേസും എന്റെ ഈ ഫിറ്റ്നസ് ഉള്ള ഈ 6 പാക്ക് ബോഡി കണ്ടിട്ട് നിനക്ക് വല്ല തോന്നിയെന്നൊക്കെ വരും. പക്ഷെ അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ വേറെ പട്ടി. അയ്യ, ചോക്ലേറ്റ് പട്ടി പോലെ ഇരിക്കുന്ന നിന്നെ കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നാനാ? നീ എന്റെ ഷാറുഖാനാണെന്നാണ് എന്റെ വിചാരം. നിന്നെ കണ്ടെന്ന് എന്റെ ദിവസം പോയി. ഛേ, എടാ ചോക്ലിപ്പട്ടി നീയാടാ ചോക്ലി ബംഗ്ലാളി, ഛേ ബംഗാളി. നിന്നെ എന്റെ കയ്യെ കിട്ടും. ഏതവനാണെന്ന് അവൻ ബംഗാളി. അച്ഛാ, ഇവിടെ വന്നിട്ട് 1 വീക്ക് ആയില്ലേ, എന്നാ തിരിച്ചു പോകുന്നേ? ആ ഗോഴില്ല. എടാ, നിന്റെ അടുത്ത് ഞാൻ 2 ആഴ്ച പറഞ്ഞതല്ലേ, ഇത് 1 വീക്കല്ലേ ആയിട്ടുള്ളൂ. നീ ക്ഷമിക്കേ. നീ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കാണ്, അതുപോലെ കിളികളുടെ കളകളാരവൊക്കെ. അച്ഛ, ഒരാഴ്ചയായിട്ട് ഞാൻ കളകളാരവം തന്നെയല്ലേ കേൾക്കുന്നത്. പ്രകൃതി ഭംഗി ഞാൻ കാണുന്നുണ്ട്. ഇനി ഞാൻ വേണമെങ്കിൽ മൊബൈലിലുള്ളത് കണ്ടോളാം. ഓക്കെ, ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം. നീ എന്നോട് ക്ഷമിക്കേ മോനെ, എന്നോട് ശരിക്കും ക്ഷമിക്കണം കേട്ടോ. അച്ഛൻ എന്തിനാ ഇത്രയും ക്ഷമ ചോദിക്കണേ? അത് ചുമ്മാ ഇരിക്കട്ടെ, പൈസക്ക് ചെലവില്ലല്ലോ. അമ്മ, അമ്മ, എന്താ എന്റെ കണ്ണ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? ഇന്ന് നേരത്തെ എണീറ്റു എന്റെ കുട്ടി. നേരത്തെ ഉണർന്നു പോയി അമ്മമ്മേ. എനിക്ക് കോഫി കിട്ടിയെന്ന് അന്ന്. അമ്മ എവിടെ അമ്മമ്മേ? കുട്ടിക്ക് അമ്മമ്മ കോഫി ഉണ്ടാക്കി തരാലോ. അമ്മ അച്ഛനും ഇന്നലെ എന്നെ ബോംബെക്ക് തിരിച്ചു പോയി കിട്ടിയേ. മോൻ ഉറങ്ങുന്നോണ്ട് പറയാൻ പറ്റിയില്ല. അച്ഛൻ എന്താ അത്യാവശ്യം ഉണ്ട് അത്രേ. എന്നിടിച്ചിട്ട് പോയോ? യൂട്യൂബ് ബ്രൂട്ടസ് അച്ഛോ, വെറുതെ ഇല്ലെന്ന് ഇന്നലെ ക്ഷമ എന്ന് പറഞ്ഞ് ചോദിച്ചായിരുന്നു. എന്താ എന്റെ കുട്ടി, കൊച്ചു കുട്ടികളിലെന്തേ അമ്മമ്മയുടെ ഒപ്പം കുറച്ചു ദിവസം നിക്ക്. നീ സ്കൂൾ അത് ഉറക്കുമ്പോഴേക്കും പോവാ. അമ്മ എന്താ അറിഞ്ഞിട്ടേ പറയുന്നേ? എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ല. ഒന്നാമത് നാട്ടും പ്രദേശം, മര്യാദയ്ക്ക് മൊബൈലിൽ റേഞ്ച് പോലും കിട്ടത്തില്ല. എന്റെ ഫ്രണ്ട്സ് ഒന്നും ഇവിടെ ഇല്ല. ഞാൻ +1 കഴിഞ്ഞ് പോകാൻ പോകുന്നത്. എനിക്ക് കുറെ വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ട്. അമ്മമ്മ, എനിക്കിവിടെ ബോറടിക്കുക. അമ്മയുടെ കണ്ണക്കുട്ടി അമ്മമ്മയോട് ക്ഷമിക്കും. നിന്റെ ഒപ്പം നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടാ നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോവാൻ ഞാൻ പറഞ്ഞത്. എന്റെ കുട്ടിക്ക് ഇത്ര വിഷമാവെന്ന് കരുതിയില്ല. അമ്മമ്മക്ക് കുട്ടി കുറച്ചു നാള് കൂടെ നിന്ന് തന്നെ സന്തോഷം. അമ്മമ്മ നിന്റെ അച്ഛനമ്മയും വിളിച്ച് പറയാം. അവര് നിനക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യും. രാമൻകുട്ടി നിന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടോളും. വിഷമിക്കില്ല അമ്മമ്മേ. സോറി, ഞാൻ അങ്ങനെ പറഞ്ഞത് അച്ഛനമ്മേനെ കൊണ്ടുപോകാതെ പോയോണ്ടാ. ഞാൻ ഇന്നിങ്ങനെ പറയത്തില്ല. ഞാൻ അമ്മമ്മയുടെ ഒപ്പം കുറച്ച് ദിവസം ഉണ്ടാവും. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അമ്മമ്മ വിഷമിക്കില്ല. അച്ഛനമ്മയ്ക്കുള്ള ഞാൻ ഫോൺ വിളിച്ച് പിന്നെ കൊടുത്തോളാം. അമ്മമ്മ സോറി അമ്മമ്മ, ഞാൻ അങ്ങനെ പറയത്തില്ല. ശരി, അമ്മമ്മ വിഷമിക്കുന്നില്ല കേട്ടോ. പോയി പല്ലേച്ച് കുളിച്ചിട്ട് വാ. കഴിക്കാൻ എന്തെങ്കിലും എടുത്തു തരാം. എന്താപ്പാ പേടിപ്പിച്ചല്ലോ. ടൈറ്റസിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഇമ്മാതിരി കൊണ്ടൊന്നും നിനക്ക് മേടിച്ചരുതെന്ന്. രാവിലെ തൊട്ട് വൈകുന്നവർ വരെ കണ്ണ് ഇതിനുള്ളിൽ തന്നെയാ. കണ്ണടിച്ച് പോയി ചെക്ക, വേറെ പണി വല്ല ഉണ്ടെങ്കിൽ ചെയ്യേ. അപ്പച്ചാ, ഇത്ര നാളെ 10th എക്സാം എന്ന് പറഞ്ഞ് മൊബൈൽ എടുക്കാൻ പോലും എന്നെ സമ്മതിച്ചിട്ടില്ല. ഇപ്പൊ എക്സാം കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും ഞാൻ കുറച്ച് നാളെങ്കിലും ഇത് യൂസ് ചെയ്തോട്ടെ. മൊബൈൽ കുത്തിപ്പിടിച്ചിരുന്ന നിനക്ക് ആരോഗ്യം ഉണ്ടാവില്ല. പാടത്തും പറമ്പിൽ അധ്വാനിച്ച് വല്ലതും നല്ലോണം തിന്നാൻ നോക്ക്. എല്ലും കോലായിട്ട് ഇരിക്കുന്നാണ്ടല്ലേ. മര്യാദയ്ക്ക് എന്റെ കൂടെ വരുന്നുണ്ടോ നീ? ത്രേസിയെ ആ വടിയും എഴുതേ. എന്താ സുല്ലപ്പച്ച സുല്ല്, ചുമ്മാ പറഞ്ഞാലേ അപ്പച്ചെല്ലാം കാര്യമൊക്കെ എടുക്കും. അപ്പച്ചിന്റെ തെവിൻകുട്ടി നല്ല കുട്ടിയല്ലേ. അപ്പച്ച എവിടെ കൈക്കോട്ടെ, ഞാൻ കിളച്ച് മെതിച്ചിട്ടേ വരൂ. വടി റെഡി. എന്നാതിന് എന്റെ ത്രേസി കൊച്ചേ, ചെറുക്കം പോയി കിളയ്ക്കാനും മെതിക്കാനും എന്നൊക്കെ പറഞ്ഞു. എന്താ ഈ പറയുന്നേ? നാട്ടുകാർ അവസാനം നിങ്ങളുടെ നെഞ്ചത്ത് കയറി കളയും വരിയൊക്കെ നടത്തും. ആ ചെറുക്കിന് സ്വന്തം പറമ്പ് ഏതാന്ന് പോലും അറിയത്തില്ല. ഏവനോന്റെ പറമ്പിൽ പോയിട്ട് കിളച്ചു മെതിച്ച എന്താ അവസ്ഥ? ഇപ്പോഴാണ് എന്റെ ത്രേസി കൊച്ചി നീ ഇത് പറയുന്നേ. അയ്യോ, കൈക്കോട്ടും കൊണ്ട് വന്നതൊക്കെ ശരി, പക്ഷെ ഇത് ഏതാ ഞങ്ങളുടെ പറമ്പ്? ഞാനിപ്പോ എവിടെ കളയ്ക്കാൻ? ഇത് ആ ചെറുക്കനല്ലേ? ബംഗാളി. ഏയ് ഹലോ, ബംഗാളി ഒന്ന് നിക്കണോ? ഡോ, എന്താണ് ബംഗാളി വിളിച്ചിട്ട് തെവിയോട്ടൂടെ? ഞാൻ എത്ര തന്റെ പിന്നാലെ ഓടിയെന്നറിയോ? താൻ എന്താണ് കണ്ടിട്ട് മൈൻഡിലാണ് പോകുന്നേ? ഓ ചോക്ലേപ്പറ്റി.
ചൊക്ലിപ്പട്ടിയോ? ഞാനോ? എന്താ ഞാൻ ബംഗാളിയേക്കിനാ, താൻ ചുക്ലിപ്പട്ടി ആയാലെന്താ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓക്കെ ഓക്കെ, തനിക്കിപ്പോ ഗൗരവമാവുന്നില്ലല്ലോ, ഒരു ശോകഭാവം. എനിത്തിങ് പ്രോബ്ലം? ഡു യു നോ മീ? വി ആർ ക്ലോസ്. ഇന്നലെ പരിചയപ്പെട്ടതല്ലേ ബംഗാളിയും ചൊക്ലിപ്പട്ടിയായിട്ട്? എന്തായാലും താൻ പറ. എന്റെ പേര് ബംഗാളി എന്നല്ല, എന്റെ പേര് ചിരാഗ്. ഞാൻ ഇവിടുത്തെ മേലെടുത്ത തറവാട്ടിലെ പാറമ്മയുടെ മകൾ ജയലക്ഷ്മിയുടെ മോനാ. ഞാനിവിടെ വെക്കേഷന് വേണ്ടി വന്നതാ. ഓ, താനാണല്ലേ ഏർക്കുമതി. ഇവിടെ പറഞ്ഞു കേട്ടിരുന്നു. ഇന്നലെ കണ്ട പ്രസരിപ്പൊന്നും തന്റെ മുഖത്തില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ, ഞാൻ കൂടെ നിന്ന് പരിഹരിക്കാനൊന്നും ഉണ്ടാവില്ല, കൂടെ കരയാനുണ്ടാവും. എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു ആങ്കൊച്ചാ, ഞാനെന്തിനാ കരയുന്നേ? താനെന്താടോ ഈ മതം നോക്കുന്ന പോലെ? ഫീലിങ്സിന് വരാൻ ആണെന്നും പെടുന്നില്ല. കരയാൻ തോന്നി കരയണം, ദേഷ്യപ്പെടാൻ തോന്നി ദേഷ്യപ്പെടണം, ചിരിക്കാൻ തോന്നി ചിരിക്കണം. ഇതൊക്കെ നോർമൽ നേച്ചറാണ്. താനത് അടക്കി പിടിക്കുന്ന എന്തിനാ? തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ കേൾക്കാൻ തയ്യാറാ. താല്പര്യം ഉണ്ടെങ്കിൽ മതി. സോറിഡോ, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, അത് പറഞ്ഞു പോയതാ. ഞാൻ ഒരു വെക്കേഷന് വേണ്ടി വന്നതാ. 2 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച എന്ന് പറഞ്ഞിട്ട് എന്നെ കൊടുന്നത്. എന്നിട്ട് എന്നെ ഇവിടെ ആക്കിയിട്ട് എന്റെ അച്ഛനമ്മ ഇങ്ങ് മുങ്ങിക്കളഞ്ഞു. എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ലടോ. എന്റെ ഫ്രണ്ട്സ് ഇല്ല ഇവിടെ. പിന്നെ നെറ്റ്വർക്കും ഇല്ലാത്ത കാരണം മൊബൈലും ലാപ്ടോപ്പും എനിക്ക് യൂസ് ചെയ്യാനും പറ്റില്ല. ഇപ്പൊ അമ്മൂമ്മയ്ക്ക് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്കിവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല, ബോറടിക്കുക. ഇത് ചിരാഗിന്റെ പ്രശ്നം. താൻ എന്തിനോട് വിശപ്പിക്കുന്നേ? തനിക്ക് നെറ്റ് വേണമെങ്കിൽ ഞാൻ സംഘടിപ്പിച്ചു തരാം. പിന്നെ താനിവിടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന് കരുതും കേട്ടോ. എന്നെ ഒരു ഫ്രണ്ടായി കരുതിക്കോ. താൻ ഇവിടുന്ന് പോകുന്നവരേക്കും നമുക്ക് നല്ല കൂട്ടാവാം. തനിക്ക് എന്ത് വേണമെങ്കിലും എന്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ എപ്പോഴും തന്റെ കൂടെ ഉണ്ടാവും. ഓ, താങ്ക് യു സോ മച്ച് ചക്ലിപ്പട്ടി. ഏയ് നോ ബംഗാളി. ഈ ചെറുക്കനെ ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ. എവിടെയാടാ നീ? ഈ വൃത്തിയിട്ട ശബ്ദം. അയ്യോ അപ്പച്ചൻ, ഞാൻ പോവുകയാണേ. തനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ താൻ ഇവിടെ വന്നാൽ ഞാൻ ഇങ്ങോട്ട് വരാം. ബൈ. ഹേയ്, താൻ ഇവിടെ വീണ്ടും വന്നോ ബംഗാളി? ഇങ്ങനെ നോക്കി പേടിപ്പിക്കാത്ത ചിരാഗ്, ഞാൻ ചുമ്മാ ഒരു തമാശക്ക് വിളിച്ചതല്ലേ. ഓക്കെ, ഇന്നലെ പേര് പറഞ്ഞില്ലല്ലോ. ചുക്ലിപ്പട്ടി തന്നെ വിളിച്ചാൽ മതിയോ? ആ ഏയ്, അതൊന്നും വേണ്ട. എന്റെ പേര് ടെവിൻ ജേക്കബ്. എന്റെ അപ്പന്റെ പേര് ജേക്കബ് ടോ. ഇന്നലെ എന്നെ വിളിച്ചോണ്ട് പോയില്ലേ ആളുടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നെ ചീത്തൊന്നും പറയരുത്. യു ലുക്ക് ലൈക്ക് എ ഗേൾ, ക്യൂട്ട് ലിറ്റിൽ ഗേൾ. വാട്ട് യു ടീച്ചിങ് മീ? വെറുതെ ഓരോന്നും പറയരുത് ടെവിൻ. ഏയ്, ഞാൻ സത്യം പറഞ്ഞതാടോ. റിയലി? ഐ ആം നോട്ട് എ ഗേൾ. ആർ യു ഇൻട്രസ്റ്റഡ് മീ? നോ, ഓഫ് കോഴ്സ് നോട്ട്. ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ. ഇനി എനിക്ക് ഭാവിയിലാണോ ഇൻട്രസ്റ്റ് തോന്നുകയാണെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞിരിക്കും. യു ജസ്റ്റ് ജോക്കിംഗ് ടെവിൻ. ടെവിൻ, 10th റിസൾട്ട് വരാറായി. താനും 10th തന്റെ മാർക്കൊക്കെ എങ്ങനെയാ? ഫുൾ A+ ആയിരിക്കുമോ? ഐ ജസ്റ്റ് ഏവറേജ് സ്റ്റുഡന്റ്. എന്റെ അപ്പച്ചന്റെ വക 4 അടി കിട്ടുന്നോണ്ടാ ഞാൻ ഏവറേജ് ഇങ്ങനെ നിൽക്കുന്നത്. അതുപോലെ ഇല്ലെങ്കിൽ എന്നും എന്റെ അമ്മച്ചക്ക് ഒരു മുട്ട ആമ്പേറ്റ് ഉണ്ടാക്കണം. മുട്ട ഞാൻ തന്നെ കൊടുന്നോർത്തേനെ. അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാനുള്ള മുട്ട മുഴുവൻ താൻ തന്നെ കൊണ്ടുവരല്ലോ. ടെവിൻ, യു റിയലി സംതിങ്. ചിരാഗ് പ്ലീസ് തുടങ്ങരുത്. വീട്ടിലുള്ളവരെന്നെ നല്ലോ പറയുന്നുണ്ട്, ഇനി പുറത്തൊന്നും എനിക്ക് കേൾക്കാനാവതില്ല. ചിരാഗ്, താൻ എപ്പോഴും ഇവിടെ വന്നിരിക്കുന്ന മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഈ നാടൊന്നും ചുറ്റിക്കണ്ടിട്ടില്ല. താന്റെ കൂടെ പാടോ, ഞാൻ കാണിച്ചു തരാം. നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. കം കം, ബൈ സൈക്കിളിൽ കയറ്. ടെവിൻ, എന്നെ വീഴ്ത്തിയിടൂ. ഡോണ്ട് വറി, ഐ പ്രൊഫഷണലി സൈക്കിൾ ഡ്രൈവർ. ഗ്രാമത്തേക്ക് വരാൻ ഇഷ്ടമല്ലാത്തവള് ഇപ്പൊ കണ്ടിട്ട് എന്ത് തോന്നുന്നു? Really beautiful. പോയി ഇത്ര നന്നായി ചിരിക്കൂ. വാവ് ടെവി, ഇവിടേക്കാട്ടെ ഏറ്റവും കൂടുതൽ ഭംഗി തന്റെ ചിരി കാണാനോ? അങ്ങോട്ട് പറഞ്ഞപ്പോ ഇങ്ങോട്ട് വെച്ചതാണല്ലേ. മതി, വാ പോവാ.
അമ്മമ്മ ഇവിടെ തന്നെ ഇരിക്കുന്ന രാത്രിയിൽ ഉറങ്ങാറായില്ല. അമ്മമ്മയ്ക്കൊന്നും ഉറക്കം വരുന്നില്ല കുട്ടിയെ. നിനക്ക് ഇവിടെ കൂട്ടുകാരൊക്കെ കിട്ടിയോ? എന്താ ഇത്ര നേരം വൈകി വരുന്നേ? കുട്ടിക്ക് ഇവിടെ വരാൻ നിക്കാൻ ഇഷ്ടല്ലാതെ ഇരിക്കായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് പോവാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു. അതെ അമ്മമ്മേ, എനിക്ക് ഇവിടുന്ന് പോവാൻ തോന്നില്ല. എനിക്കിവിടെ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അവൻ എന്ത് ക്യൂട്ടാന്നറിയോ. നല്ല രസം അവരുടെ അടുത്ത് സംസാരിച്ചിരിക്കുക. നാളെ ഞാൻ അവരുടെ വീട്ടിൽ പോവാ, അവിടെ എല്ലാവരും പരിചയപ്പെടാൻ. അവനെ ഞാൻ ഒരു ദിവസം കൂട്ടി കൊണ്ടുവരട്ടെ. അതിനെന്താ, കൊണ്ടുവന്നോളൂ കുട്ടിയുടെ ഫ്രണ്ടിനെ. നമുക്ക് നല്ലൊരു സദ്യയും പായസമൊക്കെ കൊടുക്കാന്നേ. ഒരു സന്തോഷ വാർത്ത ഉണ്ടല്ലോ. എന്റെ കുട്ടി പാസ്സായി. എല്ലാത്തിനും A+ ഉണ്ട്. അച്ഛനമ്മയും വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. അടുത്ത ആഴ്ചക്ക് തന്നെ എന്റെ കുട്ടിക്ക് അങ്ങ് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാന്നാ നിന്റെ അമ്മയും അച്ഛനും പറഞ്ഞത്. എന്താ എന്റെ കുട്ടൂസേ, മുഖത്തൊരു വിഷമം? അമ്മമ്മോട് പറയൂ. അമ്മമ്മേ, എനിക്ക് കുറച്ച് ദിവസം കൂടി നിന്നാ കൊള്ളാന്നുണ്ട്. അച്ഛൻ്റെ അടുത്ത് പറയൂ. ഇതിനാണ് എന്റെ കുട്ടി ഇത്ര വിഷമിക്കുന്നേ. എന്റെ കുട്ടി ഇവിടെ എത്ര നാളെ നിന്നാലും അമ്മമ്മക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അമ്മമ്മ അച്ഛൻ്റെ അടുത്ത് അമ്മ അടുത്ത് സംസാരിക്കാട്ടോ. എനിക്ക് അമ്മമ്മേ, അമ്മമ്മ എന്നാ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോ, എന്നിട്ട് ഞാൻ വേഗം പോയി കിടന്നു ഉറങ്ങട്ടെ. എനിക്ക് നാളെ നേരത്തെ ഇരിക്കാനുള്ളതാ. എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാനുള്ളതല്ലേ. എന്താ സന്തോഷം എന്റെ കുട്ടിക്ക്. ഇവിടെ വന്ന് നിക്കാൻ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് പോവാൻ താല്പര്യമില്ല എന്റെ കുട്ടിക്ക്. ഒരുപാട് മാറി നീയെ. ഇരിക്ക്, അമ്മമ്മ ഭക്ഷണം എടുത്തേരാം. ലക്ഷ്മി കിടന്നു, ഇനി അവളെ ബുദ്ധിമുട്ടിക്കണ്ട. ഒന്ന് പോ അമ്മമ്മ, കളിയാക്കാതെ. അമ്മമ്മ ഇരുന്നേ, ഞാൻ വിളമ്പി തരാം. അമ്മമ്മ എന്തിനാ ഈ സമയത്ത് ബുദ്ധിമുട്ടുന്നേ? പിന്നെ അമ്മമ്മ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ കഴിവെച്ചിട്ടേ കിടക്കൂ. ലക്ഷ്മി ആന്റിക്ക് നാളെ പണിയധികം ഉണ്ടാവില്ലല്ലോ. ചാരുട്ടാ, അമ്മമ്മ അവിടെ പറഞ്ഞോളാം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ടിക്കറ്റ് ഇപ്പൊ ബുക്ക് ചെയ്യണ്ടാന്ന്. അതിനു വേണ്ടി എന്റെ കുട്ടി എന്തിനാ എനിക്ക് ഇങ്ങനെ വെണ്ണ തടവുന്നത്? ഒന്ന് പോ അമ്മമ്മേ. ആ ചുപ്പിടിപ്പട്ടിന് ഇതുവരെ കാണുന്നില്ലല്ലോ. ആഴ്ച കുറെ നേരമായി വന്നിട്ട്. ഞാൻ നേരം വൈകിയോ? ഏയ്, ഞാനിപ്പോ വന്നേ ഉള്ളൂ. നേരം വീട്ടൊന്നുമില്ല. ഞാൻ നേരം വൈകിയെന്ന് വിചാരിച്ചു. 2 വഴി കൂടി പോവാം. നമുക്ക് ആ വഴി പോവാം. ദേ ബാക്കിലൂടെ പോകുന്ന വഴിയിലും നമുക്ക് പോകാൻ പറ്റും വീട്ടിലേക്ക്. അമ്മച്ചേ, ദേവിക്കുട്ടൻ വന്നു. അതിന് ഞാൻ എന്തോ വേണം ചേർക്ക? കുരിശ് വരച്ച് നിന്നെ തലപ്പൊലി എടുത്ത് കിട്ടണം. അമ്മച്ചി ഇങ്ങനെ ഒരു തമാശ പറയും. അമ്മച്ചി കൂടെ ആരാളും നോക്കിയിട്ട് വേണം. ചിരാഗ് മോനോ, ഇരിക്കെ. ഇവന് മോനെ കുറിച്ച് പറയാനേ നേരുള്ളൂ. മോനെ ഇരിക്കട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ജയലക്ഷ്മി എനിക്ക് നന്നായിട്ട് അറിയാം. അവള് തിരിച്ചു പോയല്ലേ? ആന്റീനെ അമ്മയ്ക്ക് അറിയാൻ അമ്മ പറഞ്ഞിരുന്നു. ഞാൻ ടിവിയുടെ കാര്യം അമ്മ അടുത്ത് പറഞ്ഞപ്പോ. ആന്റി, ഇത് കുറച്ച് മധുര ലഡു. എന്തിനാ മോനെ ഇതൊക്കെ? എന്റെ 10th റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. ഓ, സന്തോഷമുള്ള കാര്യാണല്ലോ. എങ്ങനെയാ മോനെ മാർക്കൊക്കെ? ഫുൾ A+ ആണ് ആന്റി. കർത്താവേ, ഇരട്ടി മധുരാണല്ലോ. സന്തോഷുണ്ടോ എന്റെക്ക്? 2 പടിയടാ നിന്റെ കൂട്ടുകാരനല്ലേ. നീയോ? 1 C++. അവനെ കണ്ടുപിടിക്കാനാണ് നീ ബോംബെ വരെ പോണം. എന്നാ അങ്ങോട്ട് പറഞ്ഞോട്ടേക്ക്. ഒന്ന് വെച്ച് എന്നാണ്ടല്ലോ, തുറക്കുത്തരല്ലാതെ ഈ ചെറുക്കനൊന്നും പറയത്തില്ല. ഇതെങ്ങനെയാണോ തലതിറിച്ചു പോയത്? അപ്പച്ചൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മോനിരിക്കും മോനെ, ഞാൻ കഴിക്കാൻ വല്ലതും കൊടുക്കാം നിനക്ക്. എന്തിനാ ടിവി അമ്മച്ചിയോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ചിരാഗ്, ചാരു, ഇത് നോക്ക്. ഞാൻ എന്റെ അമ്മച്ചോട് ഇങ്ങനെയൊക്കെ തരാം. ഞാൻ നിന്റെ അടുത്ത് മുന്നേ പറഞ്ഞല്ലേ, C+ ഒക്കെ തന്നെ എനിക്ക് കിട്ടത്തുള്ളൂ. എനിക്ക് പഠനത്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ലടാ. എനിക്ക് എൻജോയ് ചെയ്യണം ലൈഫ്, അത്രേ ഉള്ളൂ. പിന്നെ നിന്നെ പോലെ ഞാനല്ല, എന്നെ പോലെ നീയും അല്ലല്ലോ. നീ സ്ട്രോങ് അല്ലല്ലോ? ആണോ? സ്ട്രോങ് അല്ലല്ലോ? ടിവി സ്ട്രോങ് അല്ല, എനിക്കറിയാം. ടിവി, യു ആർ സോ ക്ലോസ്, പ്ലീസ്. സോറി ചാരു. 1 minute. You are shy. No ടിവി. Hey, look at me. You are shy. You look like a girl. So cute. Tivy, stop it. Don't tease me. I don't like this. Please. Okay. Sorry. എന്താ ഇവിടെ ബഹളം? എന്താടാ? എന്താ ചെയ്യാൻ, നേരത്തെ ആണല്ലോ. പേഷ്യൻസ് എല്ലാം വേറെ എവിടേക്കെങ്കിലും ഓടിപ്പോയി ഏച്ചന്റെ ടാബ്ലറ്റും കഴിച്ചിട്ട്. ചിരാ, ഇതെന്റെ ഇച്ചായനാ. പേരെന്താ? സുല്ല്. ചുമ്മാ പറഞ്ഞില്ലേ ഇച്ചായ. ഇച്ചായൻ ഡോക്ടറാ നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലില്. ടെവിൻ, എന്റെ ഇത് മേടിക്കുന്നേ കുറച്ച് കൂടുന്നുണ്ട്. അപ്പച്ചൻ നിന്ന് കിട്ടുന്നൊന്ന് പോരേടാ നിനക്ക്. ഹായ് ചിരാഗ്, ഞാൻ ടെവിന്റെ ബ്രദറാണ്, ടൈറ്റസ്.
ഇവിടുത്തെ ഹോസ്പിറ്റലില് ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. തന്നെ കുറിച്ച് ഇവൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. താൻ ചോദിക്ക്, ഇവന് കമ്പനി കൊടുക്കുന്നുള്ളോ അച്ചക്കനെ നാശാക്കരുത് നീ രവി. ഞാൻ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാവേ. രവി, നിന്നെ കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ ഇവിടെ ഉള്ളവർക്കെല്ലാം. കഴിക്കാൻ വാ. ഇരിക്കും മോനെ. ചിരാഗ് മോനെ, എന്ത് വെച്ചെടുത്ത് കഴിച്ചോളൂ, ഒരു മടിയും വിചാരിക്കണ്ട കേട്ടോ. ആന്റി കൂടുതൽ നോൺ വെജ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടിക്ക് അത് ഇഷ്ടാവോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. വേണമെങ്കിൽ വേറെ എന്തെങ്കിലും. ആന്റി കൂടുതൽ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ നോൺ വെജ് കഴിക്കും, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നോൺ വെജ്. ഇറ്റ്സ് ഓക്കെ ആന്റി. ഇന്ന് മോന് വേണ്ടതൊക്കെ എടുത്ത് കഴിച്ചോളൂ. മോനോട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, ഇത്ര നന്നായിട്ട് എങ്ങനെയാ മലയാളം സംസാരിക്കുന്നത്? ചെറുപ്പം തൊട്ട് മോൻ ബോംബെയിൽ തന്നെയല്ലേ വളർന്നത്? വീട്ടിൽ മുഴുവൻ മലയാളം സംസാരിക്കാം ആന്റി. പിന്നെ സ്കൂളിലാണെങ്കിലും ഒരുവിധ സ്റ്റുഡൻസും മലയാളികളാ. ഞങ്ങളുടെ ടീച്ചറടക്കം മലയാളമാണ് ക്ലാസ്സിൽ പറയുന്നത്. ആളും മലയാളിയാ, അതുകൊണ്ട് മലയാളം നന്നായി അറിയാം. അവനോട് എടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ട് അമ്മച്ചി അവനെ എടുത്ത് കഴിക്കാനുള്ള അവസരം കൊടുക്കുക. ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാതെ നീ കഴിക്കടാ. നീ വാത്തോർത്തി, ഇത് നല്ല ടേസ്റ്റാ. ആന്റി ചെവി, ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. അമ്മമ്മ അവിടെ അന്വേഷിക്കുന്നുണ്ടാവും. സന്ധ്യയായി തുടങ്ങിയില്ലേ ആന്റി? നാളെ പിന്നെ അങ്ങ് വീട്ടിലേക്ക് വിട്ടേക്കണേ. അതിന് എന്റെ അനുവാദമൊന്നും വേണ്ട മോനെ. ഇതിന് കയറയച്ച് വിട്ടിക്കുക. ഇത് എവിടെ വേണമെങ്കിലും ഓടിച്ചേറി ചെന്നോളൂ. അമ്മച്ചി മാറ്റി മാറ്റിച്ചത്. സത്യം പറഞ്ഞല്ലേ ചെറുക്ക, നിനക്കെന്താ? മോൻ ചെല്ലേ, ഇവൻ നാളെ വന്നോളൂ. മോൻ വന്നിട്ട് അങ്കിളിന് അധികം സംസാരിക്കാൻ പറ്റിയില്ല, പണി ഉണ്ടായിരുന്നു കുട്ടിയെ, അതുകൊണ്ടാ. ഇവൻ എന്തെങ്കിലും മോനെ ചെയ്യേ പറയുകയൊക്കെ ഉണ്ടെങ്കിൽ അങ്കിളുടെ അടുത്ത് പറഞ്ഞോട്ടാ. ഇതിനങ്ങനെ വിശ്വസിച്ച് കൂടെ നിർത്താനൊന്നും പറ്റത്തില്ല. അങ്ങയുടെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നല്ലോ. മൈ ടോട്ടൽ ഇമേജ് ഇസ് ഫ്ലോട്ട്. കൊച്ചിന്റെ ഒപ്പം ചെല്ലടാ, കുട്ടിക്ക് വഴി അറിയാത്തതല്ലേ. അമ്മമ്മേ, എല്ലാം റെഡി ആയില്ലേ? അവൻ വരാറായി, എല്ലാം ടേസ്റ്റ് ഇല്ലേ? എന്താ എന്റെ കുട്ടിയേത്? ലക്ഷ്മിയുടെ ഭക്ഷണം മോൻ കഴിച്ചിട്ടുള്ളതല്ലേ? നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യാ കുട്ടി. മോൻ പേടിക്കണ്ട. മോൻ പറഞ്ഞ കുട്ടീനെ എനിക്കറിയാട്ടോ. നമ്മുടെ ജേക്കപ്പന്റെ മോൻ ടെവിനല്ലേ? ഒരു പാറിപ്പറന്ന് നടക്കുന്ന ഒരു പൂമ്പാറ്റ. എവിടേക്ക് അവൻ എത്തും. നല്ലൊരു കുട്ടിയാ. അമ്മമ്മ നിന്റെ അടുത്തൊരു കാര്യം പറയാൻ മറന്നു. നാളെ തന്നെ നിന്നോട് തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ അച്ഛനും അമ്മയും. അമ്മമ്മ എന്തായി പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പോകുന്നില്ലെന്ന്. അച്ഛനമ്മോട് വിളിച്ചു പറയേ. ചാരു, അമ്മമ്മയ്ക്ക് പറയാനേ പറ്റൂ, നിർബന്ധിക്കാൻ കഴിയില്ലല്ലോ. നിന്റെ അച്ഛനും അമ്മയല്ലേ നിന്റെ കാര്യത്തില് തീരുമാനം എടുക്ക. കുട്ടി വിഷമിക്കാതെ. അടുത്ത വെക്കേഷന് കുട്ടിങ്ങ് പോന്നോളൂ. പിന്നെ നാളെ ഉച്ചയ്ക്ക് മോന് ഇവിടുന്ന് പോണട്ടോ. വൈകിട്ടത്തെ ഫ്ലൈറ്റ്. കുട്ടിക്ക് എന്ത് ഇന്റർവ്യൂ ഉണ്ടെന്ന് അവര് പറഞ്ഞത്. പോട്ടെ, സാരില്ല. ദാ കൊച്ചു വന്നെന്ന് തോന്നുന്നു. ചെല്ലു മോനെ. എന്ത് പറ്റി ചാരു? ചിറ, ഏയ് ചിറ. സോറി ടിവി, ഞാൻ ശ്രദ്ധിച്ചില്ല. അതൊന്നും സാരില്ല ചാരു. നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്ന? നീ വാ അമ്മമ്മേ, ഞാൻ അമ്മമ്മയുടെ അടുത്തേക്ക് പോവാ. നീ എപ്പോഴാ വാ. താങ്ക് യു ചാരു. ഒരു സദ്യ ഏർപ്പാടാക്കി തന്നെ. ഇപ്പൊ ഇവിടെ ഈ നാട്ടിലെ കല്യാണം നടന്നിട്ട് കൊറേ, അതുകൊണ്ട് സദ്യ കിടലില്ല. ഇറച്ചി മീനും കഴിച്ച് ശരിക്കും പറഞ്ഞ മടുത്തു. ടിവി, ഞാൻ നാളെ ബോംബെക്ക് പോവാ. അതെയോ? നല്ല കാര്യമാണല്ലോ. നിനക്ക് അഡ്മിഷനൊക്കെ നോക്കണ്ട, അതുകൊണ്ടാണ് നിനക്ക് നാളെ പോകുന്നത്. നീ പോയി കഴിഞ്ഞാൽ എനിക്കൊരു തല്ലിടാനും കളിയാക്കാനുള്ളൊരു ഫ്രണ്ട് പോയി കിട്ടും. സാറില്ല, നീ അടുത്ത വെക്കേഷന് വാ, നമുക്ക് അടിച്ചു പൊളിക്കാം. ടിവി, നിനക്ക് ഇത് മാത്രമേ എന്റെ അടുത്ത് പറയാനുള്ളൂ? വേറൊന്നും പറയാനില്ലേ? വേറെന്താ പറയാനോടാ? ഒന്നുമില്ല. ഹാപ്പി ജേണി. നാളെ നീ പോകുമ്പോ എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് സ്കൂളിലേക്ക് ഒന്ന് പോവാനുണ്ട്. പോവാൻ നോക്ക് ടിവി, എനിക്ക് പാക്കിങ് ചെയ്യാനുണ്ട്. ഒരുപാട് വൈകി തുടങ്ങിയല്ലേ. ഗുഡ് നൈറ്റ് ടിവി. ടിവി, നീ എന്താ ജനലിന്റെ അവിടെ നിൽക്കുന്നത്? എന്ത് പറ്റിയിടാ? ഞാൻ ഇന്നലെ പോലെ ഒരു അലക്കൂലല്ലോ. നീ ജീവനോടെ തന്നെ ഇല്ലേ? ഒന്നുമില്ല ചേരാ,
ചെറിയൊരു തലവേദന, അതുകൊണ്ടാ. കുഴപ്പങ്ങളുണ്ടടാ, ഹോസ്പിറ്റലിൽ പോണോ അത് ടാബ്ലറ്റ് വേണോ? അതൊന്നും വേണ്ട ചായ, ഞാൻ ഒന്ന് കിടന്നാൽ ശരിയായിക്കോളും. ഞാൻ ഇവിടെ ജയലക്ഷ്മി, അവൻ കോളേജിൽ അഡ്മിഷന് വേണ്ടി പോയില്ലേ? 2-3 ദിവസമായി ആ മേത്തിക്കുട്ടി എന്നെ വിളിക്കുന്നു. അവന് ഇവന്റെ ഒപ്പം പോവാനാ. അവന്റെ കാര്യമൊന്നും പറയണ്ട. അവൻ എന്താ കാട്ടിക്കൂട്ടുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് നാട്ടിൽ പോകാന്നപ്പോ എന്ത് ബഹളായിരുന്നു. ഇപ്പൊ അവിടെ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം അവൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ അതിൽ തന്നെ ഇരിക്കുക. ഫുഡ് കഴിക്കാനും മര്യാദയ്ക്ക് വരുന്നില്ല. ഈ ചെറുക്കിന് ഇത് എന്ത് കണ്ടിട്ടാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവനെ വീണ്ടും അമ്മമ്മയുടെ അടുത്തേക്ക് പോണെന്ന് പറഞ്ഞു വാശി പിടിക്കുക അവൻ ചെയ്യുന്നത്. അവനൊന്നെങ്കിൽ നമ്മളോടുള്ള വാശി കാണിക്കായിരിക്കും അവനവിടെ വിട്ടിട്ട് പോന്നതിന്. ഇല്ലെങ്കിൽ അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുന്ന ആട്, അതിന്റെ ആയിരിക്കും. ഞാൻ അവന്റെ അടുത്ത് സംസാരിക്കാം. നീ ഇങ്ങനെ അവന്റെ അടുത്ത് ദേഷ്യം പിടിക്കും തോറും അവന്റെ വാശിയും ദേഷ്യം കൂടത്തേ ഉള്ളൂ. പോയി ചോദിക്ക്, എന്നിട്ട് എന്താ എന്റെ അടുത്ത് കൂടി ഒന്ന് വന്ന് പറഞ്ഞാ മതി. ചാരു, എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത്? അച്ഛനോട് അമ്മോട്ടുള്ള ദേഷ്യം ഇതുവരെയായിട്ട് മാറിയില്ല നിനക്ക്? മോനെ, അച്ഛനല്ലേ പ്രോമിസ് തെറ്റിച്ചത്? ഞാൻ അവിടുന്ന് സെറ്റായി വരുമായിരുന്നു. അപ്പേക്ക് അച്ഛൻ എന്തിനാ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞേ? ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവും. +1 ക്ലാസ് തുടങ്ങാൻ ഇനിയും ടൈം ഉണ്ടല്ലോ, അതുവരെയ്ക്കും ഞാൻ അവിടെ തന്നെ നിൽക്കും. വാശി പിടിക്കണ്ട ചിരാഗ്. ഇപ്പൊ നീ അങ്ങോട്ട് പോവില്ല. നിന്റെ സ്കൂളിൽ തന്നെ നിനക്ക് +1 അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അവര് നിനക്ക് വേണ്ടി എന്തൊക്കെയോ പ്രോഗ്രാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. 10th ഫുൾ മാർക്കല്ലേ നിനക്ക്. നാളെ മര്യാദയ്ക്ക് മാത്യുവിന്റെ കൂടെ പൊക്കണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കേട്ടല്ലോ? സ്കൂളത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് എനിക്ക് നാട്ടിക്ക് പോകാൻ പറ്റുമോ? എന്നാ ഞാൻ പിന്നെ നാട്ടിക്ക് പോവാ, അതും കൂടി എനിക്ക് അറിയണം. എങ്ങനെ ഇത്ര സീരിയസ്? ഓ, നാട്ടിക്ക് പോവാം. ഇതിന് മാത്രം അവന്റെ ഇവിടെ ഇരിക്കുന്നത്? അമ്മമ്മ നിനക്ക് വരെ കൈവശം തന്നോ? അമ്മമ്മ എനിക്ക് കൈവശം തന്നിട്ടില്ല. എനിക്ക് വേണ്ട ഒരു നിധി എവിടെയുണ്ട്. ആ നിധി സ്വന്തമാക്കാൻ എനിക്ക് അവിടെ തിരിച്ചു പോയേ പറ്റൂ. ഞാനും നിന്റെ അമ്മ അറിയാത്ത എന്താ നിധിയുടെ അവിടെ ഇരിപ്പുള്ളത്? എന്തിനെ കുറിച്ച് പറയുന്നേ? എന്റെ ലവ്, ആ നിധി എനിക്ക് മാത്രമല്ല, എനിക്ക് അവകാശപ്പെട്ട ആ നിധി എനിക്ക് വേണം. അങ്ങനെ വരട്ടെ. ഏതാണ് ആ പെൺകുച്ച്? അവളല്ല, അവൻ മാത്യു ജേക്കബ്. ഞാനിപ്പോ എന്തോ ഈ പറഞ്ഞത്? മോനെ, അച്ഛന് മനസ്സിലാവും നീ ദേഷ്യങ്ങൾ എങ്ങനെയൊക്കെ പറയുന്നെന്ന്. സാരമില്ല, നിന്റെ പ്രായം എന്താന്ന് ആലോചിച്ചിട്ട് വേണം. ആവശ്യമില്ലാത്ത കാര്യങ്ങള് ഇനി മുതൽ പറയാൻ നിൽക്കരുത്, കേട്ടല്ലോ? അതെന്താ അങ്ങനെ? ഞാൻ ആദ്യം ഇത് പറഞ്ഞപ്പോ പെങ്കൊച്ചാണെന്ന് ആസ്യഭാവത്തിൽ ചോദിച്ച അച്ഛന് ഞാൻ ഒരു ആങ്കൊച്ചിന്റെ പേര് പറഞ്ഞപ്പോ ഇത്രയും മാറ്റം എന്താ? ചാരു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇനി ഇവിടെ പറയരുത്. ഇത് നിന്റെ അമ്മ എങ്ങനെ കേട്ട് വന്നാൽ എന്താണെന്ന് അറിയോ? മര്യാദയ്ക്ക് നാളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കാൻ നോക്ക്. ഇവിടെ ഇനി വേറെ ഒന്നിനെ കുറിച്ചുള്ള സംസാരമൊന്നും വേണ്ട. നീ ഇപ്പൊ അടുത്തൊന്നും നാട്ടിൽ പോകുന്നുമില്ല. എന്താ ഇത്? +1ന്റെ റിസൾട്ട്. ചാരു, ഇതിന് ഞാൻ സൈൻ ചെയ്യണോ അതോ വേണ്ടയോ? അമ്മയ്ക്ക് എന്താ ചെയ്യാൻ തോന്നിച്ചാ അതുപോലെ ചെയ്തോളൂ. എന്റെ കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ജയലക്ഷ്മി, ആർക്ക് എന്താ പറ്റിയെന്ന് നീ പറയുന്നേ? ചാരുവിന് എന്തോ വിഷമുണ്ട് ചന്ദ്രേട്ടാ. പഴയ പോലെ ഒന്നും അവൻ പെരുമാറുന്നതന്നെ ഇല്ല. അവന്റെ മാർക്ക് കണ്ടില്ലേ? പാസ് ആയിട്ടുണ്ടെന്നേ ഉള്ളൂ, ഫുൾ മാർക്ക് ഒന്നുമില്ല. എന്താ എന്റെ കുട്ടിക്ക് പറ്റിയതെന്നാവോ? ഞാൻ ശ്രദ്ധിച്ചിരുന്നു അവന്റെ മാറ്റം. പുസ്തകം കയ്യിൽ വെച്ചിരുന്ന ചെറുക്കൻ ഇപ്പൊ പുസ്തകം അപൂർവം മാത്രം എടുക്കുന്ന കാണുന്നുള്ളൂ. ഞാൻ അവന്റെ അടുത്ത് സംസാരിച്ച കാര്യം എന്താണെന്ന് അറിയട്ടെ. നീ വെറുതെ ആലോചിച്ച് വിഷമിക്കണ്ട, കേട്ടോ? പുറത്ത് നല്ല ഇടിയും മഴയാ. ഇച്ചായനിതാ എന്താ ചെവിയെ നോക്കി കുറെ നേരം നിൽക്കാൻ തുടങ്ങിയിട്ട്? അവൻ ഇപ്പൊ ചിരിക്കാൻ മറന്ന പോലെ എനിക്ക് തോന്നിപ്പോവാ. നമ്മുടെ മുന്നിൽ അഭിനയിക്കുന്ന പോലെ. എന്തെന്നറിയില്ല, അവൻ പുസ്തകങ്ങളിൽ മാത്രമായിട്ട് പൊതുങ്ങിക്കൂടുക. എന്റെ കുട്ടീനെ വേദനിപ്പിക്കുന്ന എന്തോ ഉണ്ട്. ഇച്ചായ,
ഇത്ര നാൾ അവൻ പഠിക്കാത്ത തന്നെയായിരുന്നു. ഇപ്പൊ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഈജേന് വിഷമം തോന്നുന്നത്. അവന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ വ്യത്യാസം വരും. അവൻ വലുതായി തുടങ്ങിയില്ലേ, അതിന്റെ പക്വത ആയി തുടങ്ങിയവന്. ഈശായി വന്നേ, ആവശ്യമില്ലാത്ത കാര്യം അലച്ച് വിഷമിച്ച് നിൽക്കാതെ. ദേ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്, നമുക്ക് പോയിട്ട് ഉള്ളിവട ഉണ്ടാക്കാം. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈസനും വരും. നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ളിവടയും കട്ടൻ ചായയും കുടിക്കാം. വന്നേ ഇച്ചായ, സവാള ചോപ്പ് ചെയ്യുമ്പോൾ ഒന്നും കൂടി സ്ലൈസ് ആക്ക്, അതാ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഓ നീ വലിയ മാലാഖി നല്ല വന്ന് പണിയെടുക്കടി. ഓ നിന്റെ കഴുത്ത് മിന്നു കെട്ടിയിട്ടേ ഞങ്ങൾക്ക് അറിയാം. അതും പോരാ കിച്ചണിൽ പണിയെടുത്ത് കരയിപ്പിക്കുന്നു. +1 തീർന്നത് അറിഞ്ഞില്ല, അപ്പോഴേക്കും +2 സ്റ്റാർട്ട് ചെയ്തു. ഈ കുട്ടികൾക്ക് ഇങ്ങനെ മാനസിക സമ്മർദ്ദം കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവട്ടെ. അല്ല ചാരു, ചാരു എടാ എടാ നിനക്കിത് എന്താ പറ്റിയത്? +1 മാർക്ക് കുറഞ്ഞതിന്റെയാണോ? പക്ഷെ ആ സമയത്തും നീ വല്ലാതെ മൂടിയായിരുന്നല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയട്ടെ, ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ. മാത്യു, ഞാനിപ്പോഴും ആൺകുട്ടീനെ സ്നേഹിക്കുകയാണെങ്കിൽ നീ എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക? നമ്മൾ തന്നെ ഫ്രണ്ട്ഷിപ്പ് കട്ടാവോ? എടാ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്ര നാൾ ഞാൻ കൂടെ നടന്നിട്ട് നിന്റെ മനസ്സിലേക്ക് ഞാൻ വലിഞ്ഞു കയറി ഇടിച്ചു കയറി കാണും. ഞാൻ ഹാൻഡ്സം ആണ്, ക്യൂട്ടാണ്, ലവ്ലി ബോയ് ആണ്, എല്ലാം കൊണ്ടും. പക്ഷെ എന്റെ മനസ്സിൽ റോസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഐ ആം ഓൾവേസ് തിങ്കിങ് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ബ്രദർ. ഇങ്ങനെ മാതിരി ആഗ്രഹങ്ങളൊക്കെ നിന്റെ മനസ്സിലുണ്ടോ? മാത്യു, യു ആർ ഓവർ തിങ്കിങ്. അങ്ങനെ കേട്ടെ, ഞാൻ ഓവർ തിങ്കിങ്. ഞാൻ വിചാരിച്ചു നീ എങ്ങനെ എന്നോട് ഞാൻ ഓവർ തിങ്കിങ് ചെയ്യണേ. അപ്പൊ നീ ആരെ കുറിച്ചാ പറഞ്ഞത്? യു റിയലി ലൈക്ക് സംവൺ? യു ആർ ലൈക്ക് ബോയ്സ്? നോട്ട് ബോയ്സ് മാത്യു, ഓൺലി വൺ ബോയ്, കെവിൻ ജേക്കബ്. ഞാൻ നാട്ടിൽ വെച്ച് പരിചയപ്പെട്ടതാ. എന്റെ നേരെ ഓപ്പോസിറ്റ് ആള്. തീരെ പഠിക്കത്തില്ല. എന്റെ അമ്മൂമ്മയുടെ ഭാഷയിൽ പറഞ്ഞ പാറും തടന്ന് നടക്കുന്ന പൂമ്പാറ്റി. അവൻ എല്ലായിടത്തെത്തും. എനിക്ക് അവിടുന്ന് വരുന്നവരേക്ക് എനിക്കൊരു ഫീലിങ്സും അവന് തോന്നിയിട്ടില്ല. അവന് വരുന്നതിന്റെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ എന്തൊക്കെ അവനോട് എനിക്ക് പറയാൻ മറന്ന പോലെ, വിട്ടുപോയതുപോലെ. അവൻ എന്റെ കൂടെ ഇല്ലാത്തതിന്റെ വിഷമം ഞാൻ നന്നാ അറിയേണ്ടതാ. ഐ വാണ്ട് ഹിം ബാഡ്ലി. ഓ പ്രേമം മൂത്ത് നിൽക്കുകയാണല്ലേ. അതുകൊണ്ടാണല്ലേ പരീക്ഷയിലെ മാർക്കൊക്കെ കുറഞ്ഞ് +1 ആകെ മൂഡൌട്ട് ആയിട്ട് ഇരുന്നിരുന്നത്. ഇപ്പൊ മനസ്സിലായോടാ പറയാതെ പോകുന്ന പ്രണയം മനസ്സിലെ വിങ്ങലാണെന്ന്. നിന്റെ മനസ്സിലുള്ള റോസിന്റെ പ്രണയത്തെ നീ എത്ര കളിയാക്കിയിരിക്കുന്നു. നിന്റെ മനസ്സിൽ നീ എന്നെ നോക്കി ചിരിക്കുവല്ലേ? ചിരിച്ചോടാ. എടാ നിന്റെയും റോസിന്റെയും കാര്യം പോലെയല്ല ഞങ്ങളുടെ. എടാ എനിക്ക് അവനൊന്നും കാണാൻ കഴിയുന്നില്ല. നിനക്ക് റോസിനൊന്നും കാണാൻ പറ്റുന്നുണ്ട്. ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യമായിട്ട് അവളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് അതിലൊന്നും കഴിയുന്നില്ലടാ. അവൻ എന്നെ മറക്കൂ എന്ന് അവന്റെ മനസ്സിൽ ഒന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. നിനക്ക് എന്റെ ഫീലിങ്സ് അത് മനസ്സിലാവില്ലടാ. എനിക്ക് മനസ്സിലാവൂടാ നിന്റെ മനസ്സിലുള്ള വിഷമം എന്താണെന്നുള്ളത്. നീ എല്ലാവരുടെ അടുത്ത് തുറന്നു പറയും. ഇനിയിപ്പോ വെക്കേഷൻ വരുന്നുണ്ടല്ലോ, ആ സമയത്ത് നീ അങ്ങ് പോ നാട്ടിലേക്ക്. എന്നിട്ട് കണ്ണും മൂട്ടി അവന്റെ അടുത്ത് എല്ലാം കൂടെ തുറന്നു പറഞ്ഞേക്ക്. ഓ എത്ര സിമ്പിൾ ആയിട്ട് നീ പറഞ്ഞു. എന്നാ കണ്ണും പൂട്ടി നീ എന്താ റോസിന്റെ അടുത്ത് നിന്റെ ഇഷ്ടം പറയാത്തെ? കണ്ണും പൂട്ടി അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അവളെന്റെ കറണടിച്ച് പൊട്ടിച്ചാലോ? ഓ നിന്റെ കരടത്തിന് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് തല്ല് കിട്ടിയോട്ടല്ലേ? എടാ നിങ്ങൾ ആണെങ്കിൽ തമ്മിൽ തല്ല് കിട്ടിയാൽ എന്താ കുഴപ്പം? പിന്നെ ഒന്നാമത് നിനക്ക് തല്ല് കിട്ടുന്ന ആ നാട്ടിലാ. അത് ഇവിടെ ആരും അറിയാൻ പോകുന്നില്ല. എനിക്ക് ഇവിടെ വെച്ച് അവിടെ നിന്ന് തല്ല് കിട്ടിയ ഇവിടെ എല്ലാവരും അറിയും. തലയുയർത്ത് നടക്കാൻ പറ്റില്ല എനിക്ക്. നിന്റെ ഈ പേട്ട് തലയ്ക്ക് വില, എനിക്ക് വിലയില്ല അല്ലേ? ഞാനേ ഇങ്ങനെ അല്ലാതെ വേറെ എന്തെങ്കിലും അവസരം ഉണ്ടോ നോക്കട്ടെ അവന്റെ അടുത്ത് പറയാൻ. എന്തായാലും ഞാൻ അത് വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല കാര്യം. അതിനുള്ള അവസരം നിനക്ക് കർത്താവായിട്ട് തരട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. പുറത്തുണ്ടി. താങ്ക് യു. ചാരു, നിന്റെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്തതിന് സോറി. എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കണം. ഡിസ്റ്റർബൻസ് ഒന്നും ആയിട്ടില്ല. അച്ഛനെന്താ സംസാരിക്കാനുള്ളത്? അച്ഛൻ ഇരിക്കും. അത് നീ അന്ന് പറഞ്ഞില്ല ചെറുക്കന് ഇഷ്ടമാണെന്ന്. അത് ശരിക്കും പറയുന്നതാണോ? 1.5 വർഷം കഴിഞ്ഞാ ഇപ്പോഴാണ് അച്ഛനെ ചോദിക്കുന്നത്. ഇപ്പോഴും എനിക്ക് അവന് ഇഷ്ടമാണെന്നാണ് മറുപടി എങ്കിൽ എന്താ എന്റെ മുഖത്തെ നോക്കാത്തത്? അച്ഛനൊന്നും പറയാനില്ല. എനിക്ക് എന്റെ മോന്റെ ഭാവിയും അവന്റെ സന്തോഷം വലുത്. നീ അത് ആദ്യം പറഞ്ഞപ്പോ ഞാൻ കാര്യമാക്കിയില്ല. പക്ഷെ ഇപ്പോഴത്തെ നിന്റെ പോക്ക് കണ്ടപ്പോ ഒരു ഡൗട്ട് തോന്നി ചോദിച്ചതാ. ഇപ്പൊ കാര്യം മനസ്സിലായി. നിനക്ക് എന്താ ഇഷ്ടം അതുപോലെ ചെയ്. നീ +2 നല്ല മാർക്ക് മേടിക്ക്. സ്റ്റഡിയിൽ കോൺസെൻട്രേഷൻ ചെയ്. ഈ വരുന്ന വെക്കേഷന് നീ അങ്ങോട്ട് പൊക്കോ.
നാട്ടിൽ പോയി ആ കുട്ടിയുടെ മനസ്സിൽ എന്താണെന്ന് കൂടെ അറിയേ. എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. പിന്നെ നിന്റെ സ്റ്റഡി അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇതൊന്നും നിന്റെ അമ്മയുടെ അടുത്ത് പറയണ്ട. അവൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. പതിയെ ഞാൻ തന്നെ എല്ലാം അറിയിച്ചോളാം അവളെ. അച്ഛാ, അച്ഛന് എന്നോട് ദേഷ്യം വിഷമൊന്നുമില്ല. നീ ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കണ്ട. റെസ്റ്റ് എടുക്ക്. ഞാൻ നിന്റെ അമ്മ കിച്ചണിൽ പോയി സഹായിക്കട്ടെ. എന്താ ചാരു, കുറെ നേരമായില്ലോ നീ ഫോണിൽ തന്നെ. ദേ സാരെങ്ങാനും വന്നു കഴിഞ്ഞാ അതിനുള്ള ചീത്ത കൂടി കേൾക്കേണ്ടി വരും കേട്ടോ. അതൊന്നുമില്ലടാ, ടിവിയുടെ ഫോണുണ്ട്. അവൻ ഇപ്പോഴെങ്കിലും വല്ല ഫേസ്ബുക്കോ ഇൻസ്റ്റയോ എടുത്തോ എന്നുള്ളത് തപ്പി നോക്കുന്നതാ. പക്ഷെ മൂപ്പര് ഒന്നിലും കാണുന്നില്ല. എടാ, 1.5 മാസക്കായി നീ അവിടെ നിന്നതല്ലേ? അത് നിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് പോലും അവന്റെ നമ്പർ നീ മേടിച്ചില്ല. നീ എന്നെ കണ്ടുപിടി. എന്ന് ഞാൻ റോസിനെ കണ്ടോ അന്നോ ഞാൻ അവളുടെ നമ്പർ എവിടെ നിന്നൊക്കെയോ തപ്പിപ്പിടിച്ചുണ്ടാക്കി, അറിയോ? അതിന് ഇത്രയും അവനോട് ഞാൻ അടുക്കൊന്ന് വിചാരിച്ചോ? അന്ന് എപ്പോഴും കാണുന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് അത്ര ഫോൺ നമ്പറിനോടൊന്നും അത്ര ആലോചന പോയില്ല എനിക്ക്. ഇപ്പൊ ഞാൻ അതിന് ഖേദിക്കുന്നുടാ. എന്തായാലും നിനക്കൊരു കാര്യം അറിയോ? അച്ഛൻ സമ്മതിച്ചടാ. +2 നല്ല മാർക്ക് മേടിച്ച വെക്കേഷൻ എനിക്ക് അങ്ങോട്ട് പോവാന്ന്. ആ, അത് നന്നായി. എന്തായാലും നിന്റെ ആഗ്രഹം സാധിക്കാൻ പോലെ. പിന്നെ അവിടെ പോയി കഴിഞ്ഞിട്ട് നീ പറയാതിരിക്കരുത്. അവന്റെ അടുത്ത് എല്ലാം തുറന്നു പറഞ്ഞോണം. എല്ലാം സെറ്റായി കഴിഞ്ഞാൽ ചെലവുണ്ട്. ചെലവോ? ഇതെങ്ങാനും സെറ്റായി കഴിഞ്ഞാൽ നിനക്ക് ഒരാഴ്ചത്തെ ചെലവ് ഞാൻ എടുക്കൂടാ. ഈശോയെ, നീ ഇത്രയും നല്ലവനായ ഉണ്ണിയായിരുന്നു. ഞാൻ അത് അറിഞ്ഞില്ലല്ലോ. കർത്താവിന്റെ ആഗ്രഹം നീ സാധിപ്പിച്ചു കൊടുക്കണേ. ഒരു കൂടി മെഴുകുത്തിരി നിന്റെ മുന്നിൽ ഞാൻ കത്തിക്കാവേ. ഇവന്റെ പ്രണയം സഫലമാകണേ. ഇവനിത് തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം എന്റെ പ്രണയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും എനിക്ക് കൂടെ നിൽക്കാൻ ഒരാളുണ്ട്. ഇവന്റെ അടുത്ത് ആദ്യം തുറന്നു പറയുമ്പോ എന്നെ ഇട്ടിട്ട് എന്റെ ഫ്രണ്ട്ഷിപ്പ് അടക്കം കളഞ്ഞു പോകുന്ന ഞാൻ വിചാരിച്ച്. പക്ഷെ എന്റെ കൂടെ നിൽക്കുന്നുണ്ടവൻ. ഇനി എനിക്ക് കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാ എന്റെ ചെവിനെ കാണാൻ. ദിവസങ്ങളും മാസങ്ങളും കടന്നു പോയാൽ മതി വേഗം. ചെവിൻ, we will meet you soon. ഞാൻ എന്തായി കാണുന്നത്? ഓ, ബല്ലെ 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 ബല്ലേ. എടിത്രേശം കൊച്ചേ, ഇങ്ങ് വാണിയോ എന്റെ നടു, എന്റെ നടു. അപ്പച്ചാ, അയ്യോ ടെവി, അപ്പച്ചന് എന്ത് പറ്റി? ടെവിയുടെ മാർക്ക് ഉണ്ട്, അപ്പച്ചൻ തട്ടിപ്പോയേ. അയച്ചായൊന്ന് പൊന്നാതിരി. അയ്യോ, ഈ മനുഷ്യന് ഇത് എന്നാത്തിന്റെ കേടാ? എന്നാ ചെയ്യായി കാട്ടിക്കൂട്ടിയിരിക്കുന്നേ? നിനക്ക് പ്രായം എന്നുള്ള വലിയ വിചാരമുണ്ടോ? ഈ കിടന്ന് തുള്ളാൻ നിൽക്കുന്നേ ഇപ്പൊ എന്നാ പറ്റി? ഇച്ചായോ, അയ്യോ ഞാനും തട്ടിപ്പോയോ? കർത്താവേ, എനിക്കറിയാടി, ഞാൻ തട്ടിപ്പോയിട്ട് നിനക്ക് സൂഹിക്കാനല്ലേ? കർത്താവിനോട് ചിരിച്ച് എന്റെ പട്ടി ഞാൻ തട്ടിപ്പോയേന്ന് പറയുന്ന ആദ്യത്തെ കെട്ടിയോള് നീ ആയിരിക്കോടി. എടി, നമ്മുടെ മുൻ ക്രിസ്മസത്തിൽ ഫസ്റ്റ് മേടിച്ചൊരു ജില്ലാ തലത്തിൽ. ഇതായിരുന്നു കാര്യം. അതെനിക്ക് മുന്നേ അറിയാവുന്ന കാര്യമാണല്ലോ. എന്റെ കൊച്ചു +1 നല്ല മാർക്ക് മേടിച്ചു തുടങ്ങിയതാ. ഞാൻ പറഞ്ഞില്ല അവൻ നന്നാവുന്നു. ഇറ്റാനല്ലേ വിശ്വാസമില്ലാതിരുന്നത്. ഇപ്പൊ കണ്ടില്ലേ, അവൻ ജയിച്ചെന്നും പറഞ്ഞ് നിങ്ങൾ ഓരോന്ന് കാട്ടിക്കൂട്ടി ആശുപത്രിയിൽ പോയി കിടന്നാ ഞാൻ വന്ന് നോക്കാൻ നിൽക്കൂലേ? പറഞ്ഞില്ലാന്ന് വേണ്ടില്ല. അങ്ങനെ ഞാൻ വെയ്യാതെ ആശുപത്രി പോയി കിടക്കുന്നത് നീ മനസ്സിൽ സൂഹിക്കുക കാണണ്ട. അതിന്റെ ഒരു നിമിഷത്തെ സ്വപ്നം മാത്രം. ഞാൻ 100 വർഷം ജീവിക്കടി. കർത്താവ്, ഇനി ഒരു 100 വർഷം കൂടി ഇങ്ങനെ ഞാൻ സഹിക്കണോ? അപ്പൊ കർത്താവിന് 100 വർഷത്തേക്ക് സമാധാനം സ്വസ്ഥതയും കിട്ടില്ലെന്ന് സാരം. എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ചന്ദ്രട്ടൻ എന്തായി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഒന്നുമില്ല ജയെ നാട്ടിൽ നിന്നപ്പോ നാരായണേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ചെറിയ നെഞ്ചുവനായിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിന്നാ പറഞ്ഞത്. എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? എനിക്ക് എന്റെ അമ്മയെ കാണണം. എന്താ ചെയ്യത്? നീ പാനിക്കാവാതെ, കരയാതെ. അമ്മയ്ക്ക് ഒന്നുമില്ല, ചെറിയ ക്ഷീണം, തലകർക്കം വന്നതാ. അവിടെ ട്രിപ്പ് എടുത്ത് ഹോസ്പിറ്റലിൽ ഒന്ന് കിടത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് അമ്മ ഡിസ്ചാർജ് ആവും. നിനക്ക് ഇത്രയും വിഷമമാണെങ്കിൽ നമുക്ക് ചാരുവിന്റെ ഒപ്പം പോവാം. അമ്മയെ കണ്ടാൽ നിനക്ക് സമാധാനാവും. ചെല്ലേ, പാക്ക് ചെയ്യ്. ഞാൻ ടിക്കറ്റ് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാം. എന്റെ മോളെ, നീ ഈ കരച്ചിലൊന്ന് നിർത്തുന്നുണ്ടോ? അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല കുട്ടിയെ. എന്തെങ്കിലും ചെറിയ രോഗം വന്നാൽ തന്നെ ഹോസ്പിറ്റലുകാർ ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ് 100 ടെസ്റ്റ് നടത്തും. പിന്നൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് അവിടെ ഒരു ഗ്ലൂക്കോസ് ഇട്ട് കിടത്തും. അത്രേ ഉണ്ടായിട്ടുള്ളൂ. നീ ഇങ്ങനെ എന്തിനാ കരയണേ? കരച്ചിൽ നിർത്താൻ പറയും ചന്തു ഇവളോട്. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? എന്റെ കൂടെ വന്ന് നിൽക്കാൻ പറഞ്ഞാലും അമ്മ കേൾക്കുന്നില്ല.
ഇത്ര വലുതായിട്ടും എന്റെ കുട്ടി ഇങ്ങനെ കരയണ എന്തിനാ മോളെ? ഞാൻ എന്റെ കുട്ടിയുടെ കൂടെ വരാം. എന്റെ കുട്ടിയുടെ ആഗ്രഹം അമ്മ സാധിപ്പിച്ച് തരാം കേട്ടോ. എനിക്കുള്ള ടിക്കറ്റും കൂടി അങ്ങോട്ട് ബുക്ക് ചെയ്തേക്കു ചന്തു. നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. ഞാനും നിങ്ങളുടെ നാടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. ശരിക്കും അമ്മ വെറുതെ കള്ളം പറയല്ലോ. എന്തിനാ കുട്ടിയോട് അമ്മ കള്ളം പറയണേ? അമ്മ വരിക നിങ്ങളുടെ കൂടെ. കുറച്ചു നാള് നിങ്ങളുടെ കൂടെ ഞാൻ അവിടെ നിൽക്കാം. എനിക്ക് സന്തോഷായില്ലേ എന്റെ കുട്ടിയെ? എന്നാ ഓക്കെ, എന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യേ. എന്താ മോത്തൊരു പെസരിപ്പ്? സന്തോഷായില്ലേ നിനക്ക്? എന്തായാലും 2 ആഴ്ച നമുക്ക് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ടല്ലേ ഉള്ളൂ. കുറച്ചു നാൾ നാട്ടിൽ നിൽക്കാം, അല്ലേ ചാരു? അതെ ചാ, താങ്ക് യു. അമ്മ ഞാൻ പുറത്തൊന്ന് പോവാണേ, ബൈ. എടാ ഓടാതെ ചെറുക്ക, നീ ഇത് എങ്ങോട്ടേ പോകുന്നേ? വന്നൊന്ന് റെസ്റ്റ് എടുത്തൂടെ മര്യാദക്ക്? ചന്തുട്ട, ഇവനിത് എങ്ങോട്ടേ പോകുന്നേ? അവൻ പൊക്കോട്ടെ, അവൻ അവന്റെ ഫ്രണ്ടിനെ കാണാൻ പോയിട്ടായിരിക്കും. നീ അമ്മയുടെ കാര്യം നോക്ക്. ഏയ് ടെവിൻ, നീ ഇവിടെ തന്നെ ഉണ്ടാവുന്ന എനിക്കറിയാം. ആ ശരാ, താനെപ്പോഴാ നാട്ടിൽ വന്നത്? ഇന്ന് വെളിച്ചമ്പോഴാ ഞാൻ നാട്ടിലെത്തിയത്. ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഓടി വന്നതാ. ഹേയ് ബഡി, നീ ഇവിടെ എത്തുന്നുണ്ടായിരുന്നോ? ഇതാരാടാ? നിന്റെ ഫ്രണ്ടാണോ? ടെവി, ഇതാരാ? ചിരാഗ്, ഇതെന്റെ ചെറുപ്പം മുതലുള്ള ഫ്രണ്ടാണ് ആൽവി. കഴിഞ്ഞ പ്രാവശ്യം താനോട് വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്നില്ല. ആൽവി, ഇത് ചിരാഗ്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ആൽവിയുടെ അടുത്ത് എന്നെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്റെ അടുത്ത് ആൽവിയെ കുറിച്ചൊന്നും പറയാതിരുന്നതാ? ആൽവി നിന്റെ ചെറുപ്പം മുതലുള്ള സുഹൃത്തും ഞാൻ നിനക്ക് ഇവിടെ വെച്ച് കണ്ട ജസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടാണോ? ചാരു, ഞാൻ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളാ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 വർഷമായി, 2 years. യു ഡോണ്ട് മിസ് മീ? ചാരു, എനിക്ക് പോയിട്ട് വരെ പണിയുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ സിസ്റ്ററിന്റെ കല്യാണം. ഞങ്ങൾ രണ്ടുപേരും അതിന് പോവാ. അവിടുത്തെ ഫംഗ്ഷനും കാര്യങ്ങൾക്ക് ഞങ്ങൾ ആവശ്യമുണ്ട്. ആർ യു അവോയ്ഡിങ് മീ? ഐ എം ഡിസ്റ്റർബ് യു? അതാണ് നിന്റെ പ്രശ്നം? ചിരാഗ്, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ആദ്യം നീ നിന്റെ മൈൻഡിലേക്ക് വാ, നമുക്ക് പിന്നെ സംസാരിക്കാം. നിന്റെ തലയ്ക്ക് വെളിവ് വരട്ടെ. ഐ എം നോട്ട് ഡ്രങ്ക്. ഐ ഡോണ്ട് തിങ്ക് സോ. Guys, please stop it. I don't understand anything. What happening here? നിനക്ക് അറിയാൻ മാത്രം ഒന്നുമില്ല ആൽവി. നമുക്ക് പോവാം, വേറെ പണിയുണ്ട്. ചാരു, നിന്റെ മൈൻഡ് ആദ്യം ക്ലിയർ ആക്കിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. പോയിക്കോ, എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കണമെന്നില്ല. നിന്നെ കാണാൻ പറ്റിയിരുന്നല്ലോ ഞാൻ നാട്ടിലേക്ക് വന്നത്. നിന്റെ ഇമ്പോർട്ടൻസ് പേഴ്സൺ നിന്റെ കൂടെ ഉണ്ടല്ലോ. ഇഡിയറ്റ്. ചിന്താവിഷ്ടനായ ടെവിൻ. ഓ, വന്നല്ലോ. ഇതൊരു ഹോസ്പിറ്റലിൽ വേറെ പണിയൊന്നുമില്ലേ? ഡോക്ടറാണെന്നും പറഞ്ഞ് 24 മണിക്കൂറും വീട്ടിലാണല്ലോ. എന്നോടാ കുണുകുണു പറയുന്നത്? എന്നെ കുറിച്ച് കുറ്റം പറയുന്നില്ലേ നീ? ഇവിടെ പരസ്യമായിട്ട് രഹസ്യമുണ്ടല്ലോ. നീയും ചാരുമായിട്ട് അടിയായെന്നോ പിടിയായെന്നോ പ്രശ്നമായെന്നോ എന്തൊക്കെയോ. ചോദ്യം സത്യമാണോ എന്നറിയാൻ വേണ്ടി വന്നതായിരിക്കും. പറയാൻ സൗകര്യമില്ല, എന്തോ ചെയ്യും. നീ ആറ്റിറ്റ്യൂഡ് അല്ലാതെ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അപ്പം മൂലം നിന്റെ സ്വഭാവത്തിന് ഈ മാറ്റം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, ഞാൻ പരിഹരിച്ചു തരാം. ഡോക്ടറല്ലേ, കൗൺസിലറൊന്നും അല്ലല്ലോ. പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കും. ഇതും എന്റെ പണിയാതാ. ഏത് ഡോക്ടറിലും ഉണ്ട് ഒരു കൗൺസിലർ. രോഗിയുടെ ശരീരം മാത്രമല്ല, അവരുടെ മനസ്സ് അറിഞ്ഞ് ചികിത്സിക്കുന്നതാണ് ഒരു ഡോക്ടറുടെ ഏറ്റവും വലിയ കടമ. ആ കടമ സ്വയം തീർക്കുന്നില്ലേ നല്ലത്? കുറേയില്ലേ പെണ്ണ് കാണുന്നു, ഇതുവരെയായിട്ട് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ആദ്യം സ്വന്തം മനസ്സറിഞ്ഞിട്ട് ആദ്യം ചികിത്സിച്ച് റെഡിയാക്ക്, എന്നിട്ട് എന്റെ അടുത്തേക്ക് വാ. അമ്മച്ചി ഈ സാധനത്തിനൊന്നും എടുത്തോണ്ട് പോയേ. അടുക്കള വില പണിയുണ്ടെങ്കിൽ അത് കൊടുക്കും, ഇല്ലെങ്കിൽ ഇതിന് ഞാൻ പണി കൊടുക്കും. നീ എന്തിനാ എന്നെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്നത്? എത്ര ദിവസമായി? ആരോ മോനെ, നീ ഇവിടെ ഇല്ലേ? ചാരു. ആ, എന്താ ചാ? നീ എന്ത് ഇരുട്ടിത്തിരിക്കുന്ന? ലേറ്റ് ഇട്ടെ. സോറി അച്ഛാ, അച്ഛൻ വിളിച്ചേ ഞാൻ കേട്ടില്ല. ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാ, അമ്മമ്മയ്ക്ക് എന്തെങ്കിലും? അത് സാറില്ല ചാരു, അമ്മമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ ഓഫീസിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ട്. അത് എന്റെ ഇമെയിലേക്ക് കണക്ട് ആവുന്നില്ല. അത് നിന്റെ ഇമെയിലേക്ക് ഞാൻ സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അച്ഛനോടൊന്ന് പറയണം കേട്ടോ. അതിനെന്താ വെച്ചാ, ഞാൻ നോക്കിയിട്ട് പറയാം. നിനക്ക് എന്ത് പറ്റും മോനെ? നീ ആ കൊച്ചിനെ കണ്ട് സംസാരിച്ചില്ലായിരുന്നോ? അവനൊന്ന് കണ്ടാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ കാണുന്ന മുന്നിൽ ചെന്ന് അവൻ ആ സ്പോട്ടിൽ മുങ്ങും.
അതെയോ? അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. മുമ്പ് പിരിയുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? എന്നെക്കാട്ടി ഇമ്പോർട്ടന്റ് അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ. അതാ അവന്റെ പ്രശ്നം. അല്ലാതെ ഞങ്ങൾ പിരിയുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചൈൽഡ്ഹുഡ് ഫ്രണ്ടോ? അതാരോ മോനെ? ഏത് കൂട്ടാനാണ് അവൻ? ചെറുപ്പം മുതൽ ഒട്ടിപ്പിടിച്ചിരുന്ന ഗ്ലൂവാന്ന് തോന്നുന്നു. ആൽവി, ആലവലാതി. അവനോട് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കൂടെയുണ്ട്. എന്താ അവൻ അവന്റെ ഭാര്യയോ എപ്പോഴും കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ അവൻ വന്നതോടുകൂടി എന്നൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഒക്കെ ഇതിനവനെ കാരണം. അച്ഛനെ കടനകഥ കേട്ടിട്ട് ചിരിയാണ് വരുന്നത്. ഞാൻ ഇവിടെ വല്ല കോമഡി ഉണ്ടായിരുന്നു പറയുന്നത്. ഓ, നിന്റെ കഥന കഥയോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല ചേർക്ക. ജലസ് അടിച്ചിട്ട് ചെക്കൻ ഓരോന്ന് പറഞ്ഞു കൂട്ടുന്നത്. ഞാൻ 2 ദിവസം കൂടി നമ്മൾ ഇവിടെ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ആ ചെറുക്കനോട് തുറന്നു പറയാൻ നോക്കുക. ഇല്ലെങ്കിൽ നിന്റെ കരിയർ സെറ്റായി കഴിഞ്ഞിട്ട് നീ നാട്ടിലേക്ക് വരും. അപ്പോഴേക്കും അവന് കല്യാണം കഴിഞ്ഞ് 2-3 കുട്ടികളായി കാണും. കുട്ടികളോ? ആ കുട്ടികൾ തന്നെ. നീ പറയുന്നുണ്ടെങ്കിൽ വേഗം പറഞ്ഞു. ഇനി നിന്റെ തീരുമാനം പോലെ. ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാ. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്. മെയില് വന്നാൽ പറയാൻ മറക്കരുത്. ഇനിയും വൈകിച്ച് അവന്റെ പിള്ളേരെന്നെ അങ്കിളെന്ന് വിളിക്കും. പറ്റില്ല, നാളെ തന്നെ പറയണം. ആ ലെവലാരി കൂടെ ഉണ്ടാവാൻ മതി. ഉണ്ടെങ്കിൽ ഞാൻ അതിനെ കൊല്ലും. രവി, എന്താടാ പ്രശ്നം? നീ എന്തിനാ അവനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്റെ അടുത്ത് അവനെ കുറിച്ച് വാതോരത്ത് സംസാരിച്ചായിരുന്നല്ലേ? ഇപ്പൊ അവനെ നേരിട്ട് കണ്ടപ്പോ ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് എന്തിനാടാ? നീ വാലാട്ടിക്കോ. ആ ആട്ടില് എന്റെ മുന്നിൽ ആട്ടാൻ നിൽക്കരുത്. നീ എന്താ ഈ പറയുന്നത്? ഞാൻ ചക്കാന്ന് പറയുമ്പോ നീ എന്താ ചുക്കെന്ന് പറയുന്നത്? രാവിലെ നീ എന്റെ അടുത്ത് പൊണ്ണങ്ങളി കളിക്കരുത്. നീ ആര് പറഞ്ഞിട്ട് വന്നത് എനിക്കറിയാം. ഇച്ചായ, ഡോക്ടർ പണി വിട്ടിട്ട് ഇപ്പോ ഡിറ്റക്റ്റീവിന്റെ പണി തുടങ്ങിയോ നിങ്ങള്? ഞാനോ? ഞാൻ ചുമ്മാ ഈ വഴിക്ക് പോകുന്നപ്പോ ഇവിടെ നിന്നു. ഇച്ചായ, സ്റ്റോപ്പ് ഇറ്റ്. എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നേ? എനിക്ക് ഇടപെട്ടേ പറ്റൂ. കാരണം അവൻ എത്ര നാളെ എന്നെ വന്ന് കാണുന്നെന്ന് അറിയോ? നിന്നെ കാണാൻ പറ്റുന്നില്ല, എന്താ കാരണം ചോദിച്ചിട്ട്. ആ ചെറുക്കിന് എന്താ പ്രശ്നം എന്ന് പോലും അറിയത്തില്ല. നീ എന്തിനാ അവനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുന്നേ? നീ എന്താ പോലെ VIP യോ? വല്ല അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നിന്നെ കാണാൻ വരാൻ വേണ്ടിയിട്ട്? ഇച്ചായ, ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ലെങ്കിൽ നീ എന്തിനാണ് എന്നെ കണ്ട് ഓടിക്കളയുന്നേ? ഞാനെന്താ നിന്നെ പിടിച്ചെങ്ങാനും തിന്നു കളയോ? ചാരു, നീ നിന്നെ എപ്പോഴാ കാണാൻ കിട്ടാന്ന് അറിയാത്തോണ്ടേ എന്നും ഗ്രാമം ചുറ്റിക്കറങ്ങില്ല എന്റെ പരിപാടി. ഇപ്പൊ നിന്നെ എന്റെ കൈ കിട്ടിയല്ലോ. ഇനി 2-1 തീരുമാനമാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ഹേയ് ബ്രോ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ, പറഞ്ഞു തീർക്കാം. രവി ഇനി എവിടേക്ക് പോകില്ല. ആദ്യം നീ എങ്ങോട്ടേക്കിട്ട് പോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ വല്ല 6 മണി പെട്ടിയിലാക്കും. ഓടാ വന്ന്. അതിന് ഞാൻ എന്ത് ചെയ്ത്? രവി, ഞാൻ പോവാണേ. നമുക്ക് 2-4 ദിവസം കഴിഞ്ഞിട്ട് കാണാം. അല്ലെങ്കിൽ 1 ആഴ്ച കഴിഞ്ഞിട്ട് കാണാം. ഞാൻ അപ്പാപ്പന്റെ വീട്ടിൽ പോവാ. ഓക്കെ രവി, ബൈ. ബൈ ജയ, ബൈ. ഇച്ചാന് പോണില്ലേ? ഇച്ചാൻ ആശുപത്രിയിൽ പണിയില്ല. അയ്യോ, ഇന്ന് എനിക്ക് ലീവാ. പക്ഷെ എനിക്ക് വീട്ടിൽ പണിയുണ്ട്. ഞാൻ പോവാ. നിങ്ങൾ കണ്ടിന്യൂ. ചാരു, നിനക്ക് എന്താ വേണ്ടേ? നിന്റെ പ്രശ്നം എന്താ? അത് ഞാൻ നിന്റെ അടുത്തല്ലേ ചോദിക്കണ്ടേ? നിനക്ക് എന്താ പ്രശ്നം? എന്താ എപ്പൊ നോക്കിയാലും എന്നെ കണ്ട് ഓടി ഒളിക്കുന്നത്? ആ അൽവി കാരനാണോ? അവൻ നീയായിട്ട് ഇത്ര വലിയ അടുപ്പാണോ? ജലസ് ഉണ്ട് എനിക്ക്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും 2 വർഷമായി നമ്മൾ തമ്മിൽ കണ്ടു കഴിഞ്ഞിട്ട് നിന്റെ അടുത്തൊന്നും സംസാരിക്കാൻ നീ എന്നെ അനുവദിച്ചിട്ടില്ല. എന്റെ മനസ്സിലൊന്ന് തുറന്നു പറയാൻ വേണ്ടി പട്ടിയെ പോലെ നിന്റെ പിറകെ ഞാൻ നടക്കുന്നത് നാണോ മാനോ ഇല്ലാതെ. സോറി ചാരു, ഇതൊന്നും ശരിയാവില്ല. നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കണം. അതെല്ലാം അറിഞ്ഞിട്ടാണ് നീ അല്ലേ? ടി വി വാതിൽ തുറക്ക്. ടി വി, എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കണം. ടി വി തുറക്കടാ. ടി വി ഞാൻ തുറപ്പിക്കാൻ സഹായിക്കണോ ചായ? നീ ഇവിടെ എന്താ ചായ? അതെന്താ ചായ? ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നുണ്ടോ? ഏയ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലടാ. നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാലോ. ഇത് നിന്റെ കൂടി വീടല്ലേ. എന്നെ മാറിക്കിച്ചായ, ഞാൻ അവനെ വിളിച്ചോളാം. എനിക്ക് അവൻ്റെ അടുത്ത് സംസാരിക്കാം. അത് വേണോ? നീ ഒന്ന് സംസാരിച്ച് ഞാൻ കണ്ടിരുന്നു. അല്ല വേണം, നീ സംസാരിച്ചു. ഞാൻ മാറി നിൽക്കാം. അങ്ങനെ അടിക്കില്ലേ, അതിൽ തല്ലി പൊളിക്കല്ലേ ചാരു. ഓ ഇച്ചായ, എന്താ വേണ്ട? ചാരു, ചാരു പ്ലീസ്, ഇതൊന്നും വേണ്ട. നീ പൊയ്ക്കോ. ടിവി, ഞാൻ തിരിച്ചു പോവാടാ. നാളെ കഴിഞ്ഞ് മറ്റന്നാ എന്റെ അമ്മമ്മേനെ കൂട്ടിയിട്ടാ ഞാൻ പോകുന്നത്. തിരിച്ചൊരു വരവ് ഇപ്പോഴൊന്നും പ്രതീക്ഷിക്കുന്ന നീ.
കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോഴേ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത് എന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. ഇതെങ്കിലും പറയടാ. ചാരു, ഇതൊന്നും തീരുമാനിക്കാനുള്ള പ്രായം നമുക്കായിട്ടില്ല. അത് നീ ആദ്യം മനസ്സിലാക്കുക. ഐ ലവ് യു ടെവി, ഐ ലവ് യു സോ മച്ച്. നിന്റെ വായിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് എനിക്ക് കേൾക്കാൻ കഴിയോ? എനിക്കറിയാം നമ്മുടെ പ്രായം ഇതൊന്നും തീരുമാനിക്കാനുള്ളതല്ല എന്ന്. എന്നാലും നിന്റെ മനസ്സിലുള്ളതെന്നെങ്കിൽ തുറന്നു പറയടാ. ഐ ലവ് യു ചാരു. പക്ഷെ ഇത് ഇൻവാറ്റുവേഷൻ ആണോ, ലവിന്റെ ആണോ, അട്രാക്ഷൻ ആണോ എന്ന് മനസ്സിലാക്കുന്ന പക്വതയൊന്നും എനിക്ക് നിനക്കും ആയിട്ടില്ല. നമ്മളാദ്യം നമ്മുടെ കരിയറെ ചിന്തിക്കാം. സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞിട്ട് അപ്പോഴേ പ്രണയം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുമുട്ടാം. നിനക്കിത് വിഷമാവുമെന്ന് എനിക്ക് അറിയാൻ ചാരു. പക്ഷെ ഇത് നമ്മുടെ മാത്രം കാര്യമില്ല, നമ്മുടെ കുടുംബത്തിന്റെ കൂടെയാ. ടെവി, പ്രാക്ടിക്കലായിട്ട് നീ ചിന്തിക്കുന്നു. എനിക്ക് നിന്നോടുള്ള പ്രണയം കൂടുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ അച്ഛനോടെല്ലാം തുറന്നു പറഞ്ഞ അച്ഛൻ്റെ സമ്മതത്തോടെ നിന്നെ തേടി ഇങ്ങോട്ട് വന്നത്. നിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ എനിക്ക് സന്തോഷമായി ടെവി. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ. ഞാൻ എൻ്റെ കരിയർ നന്നാക്കി എൻ്റെ അമ്മയോടും അമ്മൂമ്മയോടും എല്ലാം തുറന്നു പറഞ്ഞ് അവരുടെ സമ്മതത്തോടു കൂടി നിന്നെ തേടി വരും. അപ്പോഴും നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. നോ പറയാനാണെങ്കിലും അതിനിടയ്ക്ക് മൂവ് ഓൺ ആയി പോകരുത്. ആ ഒരു നിമിഷത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കും ചാരു. എല്ലാരോടെല്ലാം ഞാൻ തുറന്നു പറഞ്ഞിരിക്കും. അപ്പോ ചെവി, നമ്മളിനി കുറേ വർഷങ്ങൾക്ക് ശേഷം കാണും. അതുവരെയ്ക്ക് ഓർത്തിരിക്കാൻ ഒരു കിസ്. ചോദ്യത്തിന് മറുപടി ഒന്നും മേടിക്കാതെ പോവാ. Thank you so much. And I love you. Love you. Bye. എന്താടാ ഈ കേക്കും കാണും ചെയ്ത് നിന്റെ കൈയും കാലും നിറച്ചിട്ട് നിൽക്കാൻ വയ്യടാ. നിന്റെ അപ്പച്ചനെങ്ങാനും ഇതറിഞ്ഞാ എടാ, നമുക്ക് വേഗം അവനെ വല്ല ഡോക്ടറെയും കാണിക്കാടാ. ഡോക്ടറെ കാണിക്കാൻ അവന് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല അമ്മച്ചി. അത് അവന്റെ ഒരു ഫീലിങ്സ് ആണ്. അത് അവന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അവൻ തന്നെ തീരുമാനിച്ചോളൂ എന്താ വേണ്ടതെന്നുള്ളത്. പിന്നെ അപ്പച്ചൻ അറിഞ്ഞു കഴിഞ്ഞാൽ ചൂരലിന് പകരം വാളെടുക്കും. നമുക്ക് എല്ലാവർക്കും കൂടി അതിന് നേരിടാം. അമ്മച്ചി ഇത് മിണ്ടാതെ വേറെ പണിയുണ്ടെങ്കിൽ നോക്കി അവന്റെ കാര്യത്തിൽ ഇടപെടാതെ. നിങ്ങൾ ഞങ്ങളുടെ മക്കളല്ലേ, നിങ്ങളെ കുറിച്ച് ഞങ്ങളല്ലാതെ പിന്നെ ആരാ ചിന്തിക്കേണ്ടത്? ഇതൊക്കെ എങ്ങനെയാ അമ്മച്ചി? അവൻ എത്ര പക്വതയോട് കൂടിയിട്ടപ്പോ കാര്യങ്ങൾ നീക്കിയത് അത് അമ്മച്ചി കണ്ടതല്ലേ. അതുപോലെ നമ്മൾക്ക് വേണ്ടിയിട്ട് അവൻ ഇതൊക്കെ പറഞ്ഞ്. അപ്പൊ നമ്മൾ അവനെ കുറിച്ച് കുറച്ച് ചിന്തിക്കണം അമ്മച്ചി. അമ്മച്ചി ആവശ്യമില്ലാത്ത ആലോചിക്കാതെ പോയി വല്ല സീരിയലിൽ നിന്ന് കാണുന്നു. അമ്മായിമ്മടി മരുമോളും തല്ല്. ചാരു, നീ ഓക്കെല്ലേടാ? എത്ര കൊല്ലടാ നീ ഇങ്ങനെ അവനെ കാണാതെയും സംസാരിക്കാതെയും? എനിക്ക് തോന്നുന്നു അവൻ നിന്നെ പരീക്ഷിക്കുന്നതാണെന്നാ. ഞാൻ കാത്തിരിക്കാൻ തയ്യാറാ. എന്റെ പ്രണയം സത്യസന്ധമാണ്. സത്യസന്ധമാണ്. അവനെന്നാൽ എന്നോട് ഇങ്ങനെ പറയാൻ തോന്നി. അവന്റെ ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്താഗതി. എനിക്ക് അവനെ കാണാതിരിക്കാൻ പറ്റില്ല. 2 വർഷം ഞാൻ എങ്ങനെ തള്ളി നീക്കിയെന്ന് എനിക്കറിയൂ. ഇങ്ങനെയൊക്കെ നീ ചെയ്തിട്ടും അവസാനം നീ വേറെ വല്ലവരും അവൻ കെട്ടിയാലോ? അവന്റെ കാരണക്കുട്ടി അടിക്കാൻ പൊട്ടിക്കും. മനുഷ്യന്റെ മനസ്സിലൊരു ചെറിയ മുറിവുകൊണ്ട് കരഞ്ഞു നൊന്തിരിക്കുമ്പോ നീ അത് കുത്തി മാന്തി വലിച്ച് കീറിയെടുക്കുന്നടാ. മര്യാദയ്ക്ക് ഇവിടെ നേടിയിട്ട് പൊക്കണം. നീ ചവിട്ടിക്കൂട്ടി ഞാൻ വല്ല മുക്കിലും കൊണ്ടിടും. ചെവി കാണാതിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ഓരോ യുഗങ്ങൾ കഴിയുന്ന പോലെ എനിക്ക്. എന്നാലും അവന്റെ പഴയ ഓർമ്മകൾ, ഞങ്ങളുടെ നല്ല നല്ല നിമിഷങ്ങൾ, അതെൻ്റെ ഓർമ്മയിലേക്ക് ഇങ്ങനെ കടന്നു വരും. എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കും. അവനെ കാണാൻ, അവന് വേണ്ടി കാത്തിരിക്കാൻ കൂടുതൽ ഉത്തേജനം നൽകുന്നത് അതാ. ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളും വർഷങ്ങളായി. ഇപ്പോൾ കോളേജ് കാലഘട്ടം കഴിഞ്ഞ് സ്വന്തമായി ബിസിനസ് തുടങ്ങിയ നല്ല നിലയിലെത്തിയിരിക്കാം. ഇനി എൻ്റെ അമ്മൂമ്മയുടെയും അമ്മയോടും എല്ലാം തുറന്നു പറഞ്ഞ് അവരുടെ അനുഗ്രഹത്തോട് എന്റെ ടെവിനെ പിടിക്കാൻ എനിക്ക് പോണം. ശിവ ശിവ, ഞാൻ എന്തായി കേക്കണേ? ജയേ, ഞാൻ കേട്ടു എന്റെ അമ്മേ. ഇത് നടക്കില്ല. ഇപ്പൊ നീ നല്ലൊരു നിലയിലാ. നിന്റെ ഭാവി തൊലയ്ക്കാൻ ഞാൻ തയ്യാറല്ല. നിനക്ക് വേണ്ടി നല്ലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിച്ചു തരും. എത്ര പെട്ടെന്ന് ഇവിടെ കല്യാണം നടത്താം. അല്ലേ ചന്തേട്ടാ? അമ്മ എന്നെ പറഞ്ഞിട്ടുണ്ട് ജീവിതം കളിയില്ലെന്ന്. ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. എനിക്കൊരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ കഴിയില്ല. ആ കൊച്ചിനെ കല്യാണം കഴിച്ചാലും അതിനെ സന്തോഷം കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതിന്റെ ജീവിതം നമ്മൾ എല്ലാവരും കൂടി തൊലയ്ക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ടെവിക്ക് വേണ്ടി കാത്തിരിക്കും, വേറെ ആരെയും കല്യാണം കഴിക്കാതെ. കാരണം നിങ്ങൾ സമ്മതിക്കാതെ ടെവി എന്റെ കൂടെ വരില്ലെന്ന് എനിക്കറിയാം. അച്ഛനായിട്ട് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുക. ചന്തേട്ടാ, അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാമായിരുന്നോ? നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ മോന്റെ ജീവിതം തൊലയ്ക്കാനാണോ ഉദ്ദേശിക്കുന്നത്? എന്നോടൊരു വാക്ക് പോലും നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞാനല്ല, നീ അപ്പൊ അവന്റെ ജീവിതം തൊലയ്ക്കാൻ പോകുന്നത്. +1 അവന് മാർക്ക് കുറഞ്ഞ്
ആകെ കൂടി എന്റെ കുട്ടി ഒരു കോലം കിട്ട് എന്തോ നഷ്ടപ്പെട്ട അവസ്ഥയിലിരുന്നെന്ന് എന്തുകൊണ്ടാന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ചാരു ഇതാണോ കാരണം? ജയിക്ക് അറിയാതെ ഞാൻ അന്ന് നിന്റെ അടുത്ത് പറയാതിരുന്നത് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാ. പിന്നെ നമ്മുടെ മോൻ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോവാതിരിക്കാൻ അവന് ഞാൻ അന്നൊരു വാക്ക് കൊടുത്തോണ്ടാ അവനിപ്പോ ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. എടോ, നമുക്ക് അവന്റെ സന്തോഷമല്ലേ വലുത്. നമുക്ക് ആ കൂടി ഒരു മോനല്ലേ ഉള്ളൂ. അവന്റെ ജീവിതം നശിക്കുന്ന കണ്ട് നമുക്ക് സമാധാനം ഉണ്ടാവോ? അവന് ഹാപ്പി ആയിട്ട് ഇരിക്കട്ടോ. അവന്റെ ഭാവി അവന്റെ കയ്യിലാ. താനൊന്ന് സമ്മതിക്കണോ? എന്റെ മോൻ ഇത്രയും വിഷമങ്ങൾ ഉണ്ടായിട്ടാണോ എന്റെ അടുത്തൊരു വാക്ക് പോലും പറയാൻ അമ്മയ്ക്ക് അത് മനസ്സിലാക്കാനും കഴിഞ്ഞില്ലല്ലോ കുട്ടി. അമ്മോട് ക്ഷമിക്കും. നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ അല്ല. അമ്മ ഒരിക്കലും തടസ്സം നിൽക്കില്ല. അമ്മയുടെ അഭിപ്രായം എന്താ? എനിക്കിനി എത്ര കാലുണ്ട് കുട്ടി? നിങ്ങളുടെ സന്തോഷമാണ് ഈ അമ്മയ്ക്ക് വലുത്. എനിക്കൊരു കുഴപ്പമില്ല. ചെവിമോനെ എനിക്ക് നന്നായിട്ട് അറിയാം. പാവം കുട്ടിയാ. നീ അവന് പൂവാളത്തൊക്കെ എടുത്തു വെക്കി. അവൻ നാളെ തന്നെ പൊക്കോട്ടെ. എൻ്റെ കുട്ടി സന്തോഷമായിട്ടിരുന്നാ കണ്ടാ മതി അമ്മമ്മയ്ക്ക്. പിന്നെ എൻ്റെ ടെവിക്കുട്ടി, അവനെ ഒരിക്കലും നീ കൂട്ടിലടയ്ക്കരുത്. പാറിപ്പറന്ന് നടക്കുന്ന പൂമ്പാറ്റിയവൻ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങളെ സമ്മതിക്കാൻ, എന്നെ അനുഗ്രഹിക്കാൻ. ഒരുപാട് സന്തോഷമായി എനിക്ക്. അയ്യേ, എന്താ മോനെ ഇത്? കറിയാതെ സന്തോഷിച്ചാലും കറിയുന്ന ചെറുക്ക്. എടാ മാറ്റ്, നീ എന്തിനാടാ എന്റെ കൂടെ വരുന്നത്? എനിക്ക് തന്നെ പോകാൻ അറിയാം. എല്ലാത്തിനും എന്റെ കൂടെ ഉള്ളതാ. പഠിക്കാനും ബിസിനസ്സിനും ഒക്കെ കൂടെയില്ലേ. ഇപ്പൊ നീ തല്ലുകൊള്ളാൻ പോകുമ്പോ കൂടെ ഞാൻ വരട്ടെ? തല്ലുകൊള്ളാൻ വേണ്ടി കൂടെ വരുന്ന നീയാണ് ആത്മാർത്ഥ സുഹൃത്ത്. സമ്മതിച്ച് നടക്ക്, ഫ്ലൈറ്റ് പോവല്ലെങ്കിൽ. ആരോടെ വല്ല പരിപാടി ഉണ്ടോടാ? പന്തലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. എന്തോ ആഘോഷമുണ്ട്. എനിക്കും അറിയില്ലടാ. എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ആരോടൊന്ന് ചോദിക്കാ. ഏയ് ആൽവി. ഹായ് ചിരാഗ്, താൻ ഒരുപാട് നാളായില്ല കണ്ടിട്ട്. താൻ എപ്പോഴാ വന്നത്? ഞാനിങ്ങനെ വൈകിട്ട് നാട്ടിലെത്തി ആൽവി. ഇവിടെ ആരുമില്ലേ? ആരും കാണുന്നില്ലല്ലോ. നിങ്ങൾ നാട്ടിലുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് അറിയാഞ്ഞത്. എല്ലാരും പള്ളിയില്ല. ഇന്ന് മിന്നു കിട്ടല്ലേ? മിന്നു കിട്ടോ? അതെന്താ? മാരേജ് എന്നടാ. ഓ അങ്ങനെ. അപ്പൊ ആരുടെ മാരേജ്? അതിവിടുത്തെ നമ്മുടെ ടെവിയുടെ. ടെവിഡിയോ? എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞാൽ മറ്റൊരുത്തി കെട്ടാൻ പോന്നെ. ഏത് പള്ളിയില്ല? മാത്യു വാടാ. എടാ നിക്കടത്തിന്റെ റോക്കറ്റോ? ഞാനുണ്ട്. ഈ പള്ളിയല്ല, നീ അഡ്രസ് ശരിക്കും നോക്ക്. മാത്യു, നിന്റെ വാക്ക് അറം പറ്റിയതാണെങ്കിൽ നിന്റെ ശവസംസ്കാരം ഇവിടെ നടത്തും. ഈ പള്ളിയിൽ ആൾക്കാരുണ്ട്. ഇവിടെ കല്യാണം നടക്കുന്ന തോന്നുന്നു. നോ, ഈ കല്യാണം നടക്കരുത്. നടത്തില്ല ഞാൻ. ചിരാഗെ, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. നീ ഇപ്പൊ എന്തിനു വിവാഹം മുടക്കാനാ വന്നേ? പെണ്ണിന്റെ വീട്ടുകാരിട്ട് പുതുക്കൂട്ടം അടങ്ങുന്നോ? പറ്റില്ല. ഈ കല്യാണം മുടക്കിയിട്ട് ഞാൻ എവിടുത്ത് പോവും? എന്നോട് കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ ചതിക്കാൻ എങ്ങനെ തോന്നി? അപ്പൊ ഞാനിപ്പൊ ഇത്ര നാളാ ആരാ? ഇതാരുടെ കല്യാണം? അയ്യോ, ചതിച്ചു. മുന്നിട്ട് മുടക്കിയോ? ഇവനെന്ത് ഇവിടെ? റോഷനി ചെയ്ത് പ്രാങ്ക്. ഇതെന്റെ ഫ്രണ്ടാ ചാരു. ഞങ്ങള് വെറുതെ തമാശക്ക്. എടാ ഈസ, നീ ഒന്ന് ഹാൻഡിൽ ചെയ്യടാ. ചാരു, നീ വന്നേ. ഞാനാ? നന്നായി പമ്മി. റോഷനി ചെയ്യാം. നിന്നേട്ടിക്കോ. ഞങ്ങള് വെറുതെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഒരു തമാശക്ക് ചേട്ടത്തി നോക്കിക്കുന്നുണ്ടല്ലേ. നിന്നെ ഇട്ട്. സോറി ചായ, ഒരു തമാശക്ക് ചെയ്തതാ. അപ്പച്ചാ, നല്ല ഓർമ്മ നടക്കുന്ന സ്ഥലത്താണോടാ ഇമാതിരി പണിയൊക്കെ ചെയ്യുന്നത്? അവന്റെ ഓരോന്നോ പ്രാങ്ക്. മുന്നോട്ട് വീഴുന്നവരെ ഒറ്റ എണ്ണത്തിന് ഞാൻ ഈ ഭാഗത്ത് കണ്ടുപോരുത്. ഇറങ്ങി പോടാ. തല്ലുകൊള്ളാത്ത രക്ഷിച്ചതിന് താങ്ക്സ്. നിനക്കൊക്കെ തല്ല് കിട്ടുന്നതിന് വരെ ഞാനല്ലേ മേടിച്ചത്. എന്റെ ത്യാഗമൊന്നും മറക്കരുത്. അല്ല, താൻ ഇതാ തന്നോട് ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഞാൻ ചാരുവിന്റെ ഫ്രണ്ടാ. അവൻ ഒറ്റയ്ക്ക് അടി മേടിക്കണ്ടല്ലോ, ഞാനും കൂടെ പോരാം മേടിക്കാന്ന് വെച്ച് തന്നതാ. പക്ഷെ ഞാനിപ്പോ ഒരു ത്യാഗിയായി. നിങ്ങൾക്ക് പറയും ഞാൻ അടി മേടിച്ചില്ലേ? തന്നെ കാണാൻ എന്തായാലും നല്ല ക്യൂട്ടാനിട്ട് അടി കിട്ടാൻ ഞാൻ നന്നു. ഞാനിപ്പോ എന്തായി പറയുന്നത്?
ചാരു, നീ ഇപ്പൊ എന്ത് ചെയ്തു കൂട്ടാനെ പോയെന്നറിയോ? ആ കല്യാണം മുടങ്ങിയനെ. സോറി, ഞാൻ മനഃപൂർവ്വമല്ല. ആദ്യം എന്റെ അടുത്ത് മുഴുവൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടായത്. കല്യാണം മുടങ്ങിയില്ലല്ലോ, നീ എന്നോട് ക്ഷമിക്കേ. ആദ്യം മുഴുവൻ പറഞ്ഞില്ലെന്നാണോ അതോ നീ അത് മുഴുവൻ കേൾക്കാൻ നിന്നില്ലെന്നാണോ യഥാർത്ഥ സത്യം? നിനക്കപ്പ എന്നെ വിശ്വാസമല്ല. എനിക്ക് നിന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്. എനിക്കൊരു തെറ്റ് പറ്റി. ഞാൻ വിചാരിച്ചു നിന്റെ വീട്ടുകാർ ചിലപ്പോൾ നിർബന്ധിച്ചിട്ടെങ്ങാനും, അതുകൊണ്ട് പേടിച്ചിട്ടാ ഞാൻ അവിടെ അങ്ങനെയൊക്കെ. ഞാൻ ചെയ്ത തെറ്റാ. ആ കല്യാണം മുടങ്ങിയില്ലല്ലോ, അതും പറഞ്ഞ് നമ്മുടെ കാര്യം നീ നീട്ടരുത്. എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാനും തയ്യാറാ. എന്നാലും ഇനിയെങ്കിലും നീ പറ, എന്താ ഇനി നമ്മൾ ചെയ്യേണ്ടത്? നമ്മളെന്താ ചെയ്യേണ്ടത്? നീ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? എന്റെ മനസ്സിൽ ഇപ്പോഴും നീയുണ്ടോ? എന്നോട് നിനക്കിപ്പോഴും പ്രണയമുണ്ടോ? എന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ നീ തയ്യാറാണോ? അങ്ങനെയൊക്കെ ചോദിച്ചാ എന്താ പറയൂ. പറയുകയാണെങ്കിൽ എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, ജീവിതകാലം മുഴുവനും, ലൈഫ് ലോങ്. നിന്നെ മറക്കാനും മാറ്റാനൊക്കെ ഞാൻ ശ്രമിച്ചു, പക്ഷെ എന്നെ കൂടെ കഴിയുന്നില്ല. അതിന് മാത്രം നമുക്കിടയിൽ ഒന്നും നടന്നിട്ടില്ല. എന്നിട്ട് എന്താണെന്ന് അറിയില്ല. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം പറ്റില്ല. Seriously, baby, I love you so much. Oh, yeah. ഇതൊക്കെ പ്രണയം തുറന്നു പറഞ്ഞ ഇങ്ങനെയൊക്കെയാണോ? ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ കണ്ടത് വേറെ ഒന്ന്. ചിക്സി മാത്രം സംസാരിക്കുന്ന കണ്ണിലെ കുളിർമയായ കാഴ്ചകൾ പണ്ട് തന്നെ അവർ നടത്തി കഴിഞ്ഞു. പക്ഷെ അത് കണ്ടത് എന്റെ ഈ കണ്ണുകൾ മാത്രമാണെന്ന് തോന്നുന്നു. വർഷങ്ങൾക്ക് മുന്നേ അവരുടെ പ്രണയം തുറന്നു പറയുമ്പോൾ അതൊക്കെ അപ്പ അമ്മേന്റെ അടുത്ത് ഈ കാര്യമൊന്നും പറഞ്ഞില്ല. സാരല്ല ക്യൂട്ടി, നമുക്ക് അവനോട് പ്രതികാരം ചെയ്യാം. ഞാനോ? ക്യൂട്ടിയോ? ഇങ്ങനെയൊന്നും പറയില്ലേ, എന്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നു. നിന്നെ കാണുമ്പോ അങ്ങനെ വരുന്നത് മനഃപൂർവ്വമല്ല. അപ്പ വെട്ടിക്കെത്തി രണ്ടു കഴുത്തിൽ വീഴാനുള്ള സാധ്യത ഉണ്ട്. പേടിപ്പിക്കാതടാ തിണ്ടി. ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. അയൽവക്കക്കാര് വരാൻ ശബ്ദം കേട്ടോളൂ. നീ സമാധാനിക്ക്. ആ ആൽവിൻ തെറ്റി പോയല്ലേ. അപ്പനെക്കാരും ഞാനിതിന് കൂട്ടുനിന്ന് അറിഞ്ഞിട്ടെങ്കിൽ ഈശോയെ തീരുമാനമായി. മക്കളെ അടിക്കല്ലേ, എല്ലാത്തിനും കാരണം ഞാനാ. അവനൊന്നും ചെയ്യരുത്. എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ. ഇനി തല്ല നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവോ? ഇല്ലല്ലോ. ഞാൻ ആ വിഷമം കൊണ്ട് തല്ലിപ്പോയതാ മക്കളെ. എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിവില്ല. ഞാനൊരു പാവം കൃഷിക്കാരനാ, ഒരു നാട്ടിൻപുറത്തുകാരൻ. പഠിപ്പും വിവരം പത്രാസും ഒന്നും എനിക്കില്ല. എന്റെ മക്കളുടെ സന്തോഷം മാത്രമേ എനിക്ക് അറിയൂ. നിങ്ങൾക്ക് അതാ സന്തോഷിക്കുന്നത് ജീവിക്ക്. പക്ഷെ എനിക്കിത് അംഗീകരിക്കാൻ കഴിയില്ല. എനിക്കിതിനോടൊന്നും യോജിപ്പില്ല മക്കളെ. പക്ഷെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ നിങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ വരില്ല. നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ, എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിക്ക്. ഞാൻ നിങ്ങളെ ശപിക്കാനോ വെറുക്കാനോ ഒന്നുമില്ല. നിങ്ങളുടെ അമ്മച്ചീനെ ഈ ചാര്യം വിളിച്ചാൽ മാത്രം മതി ഇടയ്ക്ക്. എനിക്ക് അവനെ ഇഷ്ടമായത് കൊണ്ട്. അപ്പച്ചന് മനസ്സിലാവും നിന്റെ സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെയാ. അപ്പച്ചത്തിന്റെ വിഷമമുള്ളൂ, നിന്നോട് ദേഷ്യമൊന്നുമില്ല. അധികം നേരം ഇവിടെ നിൽക്കണ്ട. ഇത് നാട്ടുംപോറാ. ഇവിടുത്തെ ആളുകൾ ഇതൊന്നും അംഗീകരിക്കില്ല. എന്റെ മക്കളെ അവരെ വേദനിപ്പിക്കുന്ന കാണാൻ എനിക്ക് താല്പര്യമില്ല. പോ. ഞാൻ കരയില്ലടാ ദേവി, കണ്ണി പൊടി പോയതാ. നിന്നെ പെറ്റതല്ലടാ ഞാൻ. നിന്നെ ശപിക്കാനോ വെറുക്കാനോ നീ അമ്മച്ചിക്ക് കഴിയില്ല. അമ്മച്ചിക്ക് ഇത് മുന്നേ അറിയാവുന്ന കാര്യാ. നീ ചെല്ലടാ, നീ സന്തോഷായിട്ട് ജീവിക്ക്. ചാരുമോനെ എനിക്ക് ഒരുപാട് ഇഷ്ടാ. നിങ്ങൾ രണ്ടുപേരും സന്തോഷായി ഇരുന്നാ മതി അമ്മച്ചിക്ക്. ചെല്ല്, ഓക്കോ, അമ്മച്ചിയെന്ന് വിളിച്ചാ മതി രണ്ടാളും. രവി, നമുക്കിടയിൽ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. നീ പോവാൻ നോക്കി. ഒന്നാമതേ പള്ളിയിലെ പ്രശ്നം നടന്നതാ. ഇനി വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രോബ്ലം ആവും. ചെല്ലു, പോകുമ്പോ ഇതിനെ എടുക്കാൻ മറക്കണ്ട കേട്ടോ. ഞാൻ ഇന്ന് വല്ല സാധനമാണോ എന്നെ എടുത്തുകൊണ്ട് പോവാൻ? ക്യൂട്ടിപ്പായി. ആന്റി, അങ്കിൾ, സോറി. അപ്പച്ച, അമ്മച്ച, ഞങ്ങൾ പോവാം. യാത്ര പറയുന്നില്ല ഇനി. ഞങ്ങൾ വരും. അപ്പൊ നിങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നുള്ള വിശ്വാസം ഞങ്ങൾക്കോട്ട്. ചെവി, വാ പോവാം. എങ്ങനെയാ അപ്പച്ച അമ്മച്ച നിങ്ങളുടെ ഈ സങ്കടം പിടിച്ചു നിന്നത്? എന്റെ കുട്ടി അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ കരയുന്ന കണ്ട് അവന് സമാധാനം ഉണ്ടാവില്ല. ചാരു, നാളെ നിനക്ക് മീറ്റിംഗ് ഇല്ലേ?
നിന്റെ കമ്പനിക്കും ആ കമ്പനിയായിട്ടല്ലേ മീറ്റിംഗ്? ഒരു കമ്പനി ആയിട്ടല്ലേ നമുക്ക് മീറ്റിംഗ് ഉള്ളത്? അപ്പൊ നമുക്ക് ഒരുമിച്ച് പോക്കൂടെ? നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്റെ ടിവി, നിനക്ക് നാണം വരുന്നുണ്ടോ? നമ്മളിപ്പോ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയില്ലേ? ഇതിലിട്ട് നമ്മുടെ ജീവിതം നമ്മൾ തുടങ്ങിയില്ലല്ലോ. ഇന്ന് മുതല് അതിന് തുടക്കം കുറിച്ചാലോ? അങ്ങ് പോ ചാരു.